ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ്. നോക്കൂ, ഫൈനലി അങ്ങനെ നമ്മൾ ഇന്നലെ ഇന്ന ഹോട്ടലിൽ നിന്ന് നമ്മളങ്ങനെ പോവാണ്. നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് ഗൈസ്. നോക്കൂ, നമ്മുടെ ലാസ്റ്റ് ദിവസമാണ് അങ്ങനെ ചൈനയിലെ. നാളെ നമ്മളങ്ങനെ ഉച്ചയോടുകൂടി കസാക്കിസ്ഥാൻ എൻട്രി ചെയ്യും. അതായത് ഇന്നലെ നിന്നത് ഈ കാണുന്ന പടുകൂട്ടൻ ഹോട്ടലിലാണ് എല്ലാവരും. നമ്മൾ കിടന്നുറങ്ങിയത് ഈ കാണുന്ന ഗൈസ് നോക്കൂ, നമ്മൾ കിടന്നുറങ്ങിയത് ഇവിടെ, മാർട്ടിനൊക്കെ കിടന്നുറങ്ങിയത് അവിടെ, ജോഷി കിടന്നുറങ്ങിയത് അവിടെ. ഞങ്ങൾ ശരിക്കും ആ വേസ്റ്റ് ഡസ്റ്റ്ബിൻ്റെ അവിടെയായിരുന്നു കിടക്കാൻ പ്ലാൻ ചെയ്തത്. അവിടുന്ന് ഞങ്ങൾ കുക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടുപോയിട്ടു. എന്നിട്ട് നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഇവിടുത്തെ സമയം 8 മണി, നാട്ടിലെ സമയം 5 മണി, 5:30 ഗൈസ് നോക്കും, നാട്ടിലെ 5:30. അത്യാവശ്യം ഇവിടുത്തെ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വെയിലും സംഭവമൊക്കെ വന്നു തുടങ്ങി. ഇന്ന് ഒരു വലിയ ലോങ് റൈഡാണ്. അതായത് ഏകദേശം 500 കിലോമീറ്റർ നീണ്ടു നിൽക്കുന്ന ഒരു റൈഡാണ്. നമ്മളെ സംബന്ധിച്ച് അത് വലിയ ലോങ് അല്ല, പക്ഷേ ഒരു കോൺവേ ആണല്ലോ. അപ്പോൾ എല്ലാവരും പല ടൈപ്പ് കാറ്റഗറിയിലുള്ളവരാണ്. സ്മാർട്ടിൻ്റെ കൂടുതലുണ്ടായിരുന്ന ഹിച്ചാക്കേഴ്സ് പോവുകയാണ്. അവർ ചൈനയുടെ വേറെ ഒരു ഭാഗത്തോട്ട് പോവാണ്. നമ്മൾ കസാക്കിസ്ഥാൻ ബോർഡറിലേക്ക് പോവാണ്. വണ്ടി ഓൾറെഡി ഞാൻ കീക്ക് ഓണാക്കിയിട്ടായിരുന്നു. ഭാഗ്യം, വണ്ടി സ്റ്റാർട്ടായി. എന്തോരം എണ്ണയുണ്ട്, 1/2 ടാങ്ക് എണ്ണയുണ്ട്. അപ്പോൾ എണ്ണ അടിക്കണം. ലിബിനെ, മാർട്ടിൻ്റെ കൂടുതലുള്ളവർ പോവുക. അവര് ചൈനയുടെ വേറെ ഏതോ ഭാഗത്തോട്ട് പോവാ. മാർട്ടിനൊക്കെ ബോർഡർ അല്ലേ? ഇല്ല, അവര് ചൈനയുടെ വേറൊരു പാർട്ടിലേക്ക്. അവര് 10 ദിവസം കൊണ്ടുണ്ട് ഇവിടെ. മൈ ഫ്രണ്ട് ഷേർലീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്. നോക്കൂ, ഷേർലി രാവിലെ തന്നെ എത്തി. ലിബി അവിടെ നിന്ന് വരുന്നുണ്ട്. ഇതെന്തെന്നാ, രാവിലെ തന്നെയുള്ള ചൈനീസ് ടൂറിസ്റ്റുകളാട്ടോ. അവര് എനിക്ക് തോന്നുന്നത് അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാനൊക്കെ ആയിട്ട് വന്നതായിരിക്കും. അവിടുത്തെ എന്തെങ്കിലും പാക്കേജ് സംഭവമൊക്കെ ആയിരിക്കാം. അപ്പോൾ ഷേർലി വന്നു. ഇനിയിപ്പം നമ്മൾ നേരെ വണ്ടി എടുത്താൽ മതി കേട്ടോ. നമ്മുടെ വണ്ടിയാണ് ലീഡ് ചെയ്യേണ്ടത്. ഷേർലിക്കാണ് ലൊക്കേഷനും കാര്യം. ഷേർലീസ് കറക്റ്റ് ക്ലോസിംഗ്, പ്ലീസ് ചെക്ക് 1 മോർ. 3 ദിവസം അവളെൻ്റെ ഡോറും കൊണ്ട് പോയതാട്ടോ. ഈസ് കറക്റ്റ് ഇല്ല, ലിവിൻ അടച്ചോളൂ കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ അങ്ങനെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഓരോ വണ്ടികൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഞങ്ങളെ വണ്ടി ഫ്രണ്ടിൽ ഇട്ടെ. സ്ട്രേറ്റ് ഗോ ഷേർലി, ദിസ് വേ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഉമിലിച്ചി എന്ന് പറഞ്ഞ ടൗണിൽ നിന്ന് ടുഡേ വിച്ച് ടൗൺ ഷേർലി? ഷേർലി ലേക്ക്. ഷെറൈൻ ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അപ്രോക്സിമേറ്റ് ടോട്ടലി 500 കിലോമീറ്റർ ആണ് നമുക്ക് ഇന്ന് സഞ്ചരിക്കാനുള്ളത്. നമുക്ക് നമ്മുടെ ഈ തൊട്ട് സൈഡിൽ കാണുന്ന മെട്രോ സ്റ്റേഷൻ ആട്ടോ. അത് ഫുള്ള് ഭൂമിക്കകത്തൂടെയുള്ള അണ്ടർഗ്രൗണ്ട് മെട്രോയാണ്. ഈ കാണുന്നതൊക്കെ ഈ ഉൽമിച്ചി ടൗണിന്റെ ചെറിയൊരു ഭാഗങ്ങളാണ്. ചെറിയൊരു ഭാഗം, അതായത് അത്ര വലിയ ടൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ടൗൺ ആണ്. ഫൈനലി അങ്ങനെ ഈ കാണുന്ന ഹൈവേയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. 536 കിലോമീറ്റർ നമുക്ക് ഈ ഒറ്റ വഴിയാട്ടോ. ഹൗ മച്ച് ടുഡേ ടോൾ ഷേർലി? ഏതാണ്ട് 200 ചൈനീസ് മണി, അപ്രോക്സിമേറ്റ് 2200 അടുത്ത് വരും കേട്ടോ. ഫൈനലി നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടോൾ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം വലിയൊരു ടോളാട്ടോ. ഇന്ന് നമ്മൾ പോകുന്ന 6 വരിപ്പാതയിൽ കൂടിയാ. ഇപ്പുറം 6 8 വരിപ്പാതയും കൂടെ. നമ്മുടെ സൈഡില് 4, അപ്പുറം സൈഡിൽ 4, അങ്ങനെ 8 നോക്കൂ. അങ്ങനെ നമ്മൾ 8 പാതയിൽ കൂടെയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇവിടെ ടോളോ അല്ല കാർഡോ, ഇതിൽ രണ്ടു ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ. ഇത് പുതിയ സൈറ്റ് എണ്ണോടിച്ചാണുള്ളത്. ഇതെന്നാ ഇത്? ഷേർലി ടേക്ക്. ഷേർലി എടുക്കടി കുട്ടി അങ്ങോട്ട്. അതായത് ഓട്ടോമാറ്റിക് മെഷീനാട്ടോ. എന്ത് സാധനം എടുക്കാണ്ട് ഷേർലി എടുക്കാൻ പോട്ടോ. എനിക്കറിയത്തില്ല വ്യക്തമായിട്ട്. ഒരു കാർഡ് കിട്ടും കേട്ടോ. മെഷീനൊന്നുമില്ല, എല്ലാം കൈ കൊണ്ടാണ് അവിടെ തരുന്നത്. ആണോ? പക്ഷെ വർക്കാകത്തില്ല. ഈ ചൈനയിൽ പല സ്ഥലത്തും നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് കിട്ടി ഷേർലിക്ക് കിട്ടി. ദിസ് ഈസ് കാർഡ്. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ ഈ കാണുന്ന ഈ ഒരു 8 വരിപ്പാതയിലേക്ക് വരണം. അത്യാവശ്യം വലിയ റോഡാട്ടോ. ഇങ്ങോട്ടൊക്കെ വന്നപ്പോൾ ഹൈവേകളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. ഇത് പോലീസ് പോസ്റ്റ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഓക്കെ ഗൈസ് നോക്കി, ഇത് പോലീസ് പോസ്റ്റ് ആയിരുന്നു. ഇപ്പം പോലീസും അതുപോലുള്ള സംഭവങ്ങളോ ആരുമില്ല കേട്ടോ. കാരണം ഇത് പിരിച്ച് ഇതിന്റെ ഇത് കിട്ടി കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. ഗൈസ് നോക്കൂ, ഇവിടെ പല സ്ഥലത്തും നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് റീഡ് ചെയ്യത്തില്ല.
കുറേ സ്ഥലത്ത് ഞാൻ കണ്ടു. ബാക്കി പുറം ബ്രിട്ടീഷ് അങ്ങനെയുള്ള പാസ്പോർട്ടൊക്കെ റീഡ് ചെയ്യും. കുറേ സ്ഥലത്ത് ഇവർ എന്നിട്ട് നമ്മൾ ഒഴിവാക്കി കേട്ടോ, റീഡ് ചെയ്യുന്നില്ല, ഇവർ ഒഴിവാക്കി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെക്നോളജി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവായിരിക്കാം. ഓരോ ബ്രോൺസിന് ഓരോ നിയമം കേട്ടോ. ഇവിടെ ഇപ്പം ഇനി ഇവളുടെ കാർഡ് കൊണ്ട് എന്ന് അടിക്കാൻ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പ്രശ്നം. ഗൈസ് നോക്കി, ഇവളുള്ള കാർഡ് കൊണ്ട് എന്ന് അടിച്ചാൽ മാത്രമേ നമുക്ക് പമ്പിൽ അലൗഡ് ചെയ്യത്തുള്ളൂ കേട്ടോ, എണ്ണ കിട്ടത്തുള്ളൂ. ടേക്ക് ദ പഞ്ച് കാർഡ് ദെൻ ഫ്യൂവൽ. ഗൈസ് നോക്കൂ, അവൾ പഞ്ച് ചെയ്യാൻ വേണ്ടി പോയേക്കും കേട്ടോ. പഞ്ച് ചെയ്ത് അവൾ ഫോട്ടോ എടുക്കും അതിൻ്റെ അകത്ത്. ഇതേ ഇത് ഫോട്ടോ എടുക്കലാണ് കാണുന്നത്. ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം തുറന്ന് കിട്ടും. എന്നിട്ട് നമുക്ക് നേരെ ഉള്ളിൽ കയറാം കേട്ടോ. ഇത് എല്ലാ വണ്ടി ഉള്ളിൽ കയറ്റി ഓരോ സ്ഥലത്ത് ഓരോ നിയമമുണ്ട്. നമ്മുടെ വണ്ടിയിൽ എണ്ണം വളരെ കുറവാണ്, പിന്നെ നല്ല ഉറക്ക ക്ഷീണം. എന്തെല്ലാം ഒന്ന് കുടിക്കാൻ മേടിക്കണം കേട്ടോ. ഷെർലി ദിസ് ഈസ് സീറോ ഡീസൽ. ഐസ് ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും വൃത്തിയായിട്ട ഡീസലും ഏറ്റവും പൈസ കുറഞ്ഞ ഡീസലാണ്. പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു, അതായത് ഇവിടെ വന്നു, ഇവിടുന്ന് എണ്ണ അടിച്ചു എന്നൊക്കെ ഉള്ളത് അവൾക്ക് ചെയ്യണമായിരുന്നു. അവളുടെ ഫോണിൽ അതെല്ലാം ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഹൈവേ റെഡിയാക്കി. ഇനി നമ്മൾ നേരെ ഹൈവേ കോട്ടിലേക്ക് പോവാണ്. ഹൈവേ ആണ് ഇന്ന് മൊത്തം കേട്ടോ. ഇന്ന് ലൈക്കൊക്കെ ഉണ്ട്. ആണോ? ഗൈസ് നോക്കൂ, കുറേ നേരം യാത്ര ചെയ്ത് വണ്ടി നിർത്തി. ഇത് തൊട്ട് ഫ്രണ്ടിൽ ഈ കാണുന്ന ഹൈവേയുടെ ഇവിടെയാണ് വണ്ടി നിർത്തിയേക്കണം. പോണുണ്ടല്ലോ അപ്പുറം ഫുൾ എല്ലാ വശത്തും കൃഷിയാണ്. ഗൈസ് ഞങ്ങളുടെ കൂടുതലുള്ള ആൾക്കാരൊക്കെ കുറേ പേര് ഫ്രണ്ട് പോയി. ഗൈസ് ഇവിടെ സാധാരണ വീടുകളും നമ്മൾ യു പിയിലൊക്കെ കാണുന്ന പോലത്തെ സാധാരണ നോർമൽ വീടും സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലെ പോലെ ഗൈഡിനോട് ചോദിക്കാതെ നമുക്ക് ഒരു സ്ഥലത്തോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. അതാണ് ഒരു യാഥാർത്ഥ്യം. ഞങ്ങളിപ്പം ഷെർലിയോട് പെർമിഷൻ ചോദിച്ചു, ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ മുന്തിരിത്തോട്ടവും മുന്തിരി ഗ്രാമം കാണുന്ന ഫുള്ള് മുന്തിരിപ്പാടം കേട്ടോ. ഇത് ഫുള്ള് മുന്തിരിയാണ്. ഇവിടെ നെല്ലുണ്ട്. ഇത് കണ്ടോ, ഈ കാണുന്ന ഇങ്ങോട്ടെല്ലാം നെൽപ്പാടങ്ങൾ, അതുപോലെ തന്നെ ഗോതമ്പ്, അതുപോലെയുള്ള സെറ്റപ്പൊക്കെയാണ് ഈ ഭാഗത്തോട്ട്. ഒരു പ്രത്യേകതരം ക്ലൈമറ്റാണ് ഇന്ന്, ഒരു പ്രത്യേകതരം ക്ലൈമറ്റാണ്. പക്ഷേ ഇങ്ങോട്ടൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഗ്രാമങ്ങൾ വരുന്ന വഴിക്ക് നമുക്ക് കാണാം. ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഇഷ്ടം പോലെ സാധാരണ യഥാർത്ഥ ചൈനീസ് ഗ്രാമങ്ങൾ കേട്ടോ. അതായത് സാധാരണക്കാർ താമസിക്കുന്ന ചൈനീസ് ഗ്രാമങ്ങൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. പക്ഷെ കാറ്റാണ് ഏറ്റവും വലിയ. ചൈന മൊത്തത്തിൽ കാറ്റില്ലാതെ ഒരു സ്ഥലമില്ല. പണിയും മുഴക്കിന്നാ തോന്നുന്നത്. അതിന്റെ സെറ്റിങ്സ് പഠിക്കണം. ഇതൊക്കെ മുന്തിരിയാടാ, ഭയങ്കര കാറ്റാണ്. ഇവിടുത്തെ മുന്തിരിക്ക് ഭയങ്കര വലിപ്പമാണ്. അതെ, നമ്മളെ പോലെ തന്നെ ഭയങ്കര വലിപ്പമാണ്. അതായത് ഇനി അപ്രോക്സിമേറ്റ് 50-something കിലോമീറ്റർ ആണ് നമുക്ക് ഓടിക്കാനുള്ളത്. അതായത് ആദ്യത്തെ സർവീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ കൂടുതലുള്ള ഒരു ടീം പോയി. ആർക്കും എവിടെയും കാണാൻ താല്പര്യമില്ല. എല്ലാവർക്കും എങ്ങനെയെങ്കിലും ഒന്ന് ചൈന ഓടിച്ചു തീർത്താൽ മതി. എത്രയും പെട്ടെന്ന് ഇവർക്കൊന്ന് യൂറോപ്പ് വരെ വണ്ടി ഓടിച്ചിട്ട് തിരിച്ചു വീട്ടിൽ പോകണം. അങ്ങനെയാണ് നമ്മുടെ കൂടുതലുള്ള മിക്ക ആൾക്കാരുടെയും പ്ലാന്. പല സ്ഥലങ്ങളിൽ ആർക്കും താല്പര്യമില്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഈ ഗ്രൂപ്പ് സ്പ്ലിറ്റായി കസാക്കിസ്ഥാനിൽ എത്തുന്നതായിരിക്കും നമുക്ക് നല്ലത്. നമ്മുടെ സൈഡ് വിൻഡോ പണി മുടക്കി, ഫീസ് പോയിട്ടോ. ഫീസ് പോയി മൊത്തം പോയവനെ, ഇതും പോയി. ഫീസ് പോയിട്ടോ, ഫീസ് കെട്ടേണ്ടി വരും. അവർ സ്ട്രെയിറ്റ് ആണോ നേരെയാണോ പോണ്ടേ എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ഗൈസ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഇഷ്ടം പോലെ കീടിലൻ ഇഷ്ടം പോലെ കൃഷികൾ കാണും കേട്ടോ. അത് പക്ക നാച്ചുറൽ സെറ്റപ്പ്, ഭയങ്കര നീറ്റ്നെസ്സും ഭയങ്കര കോഡിങ്ങും കേട്ടോ. അതായത് പ്രത്യേക ക്രമീകരണങ്ങളാണ് ഇവിടുത്തെ കൃഷി രീതി. ഗൈസ് കുറച്ചും കൂടെ ഫ്രണ്ടിൽ വന്നു, ഞാൻ വണ്ടി നിർത്തി. ഇവിടെയൊക്കെ കിടിലൻ സാധാരണ വീടുകൾ നോക്കിയേ. സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വീടുകൾ ഇഷ്ടം പോലെ കേട്ടോ. നോക്കിയേ, എൻ്റെ പൊന്നെ എന്തോരം വീടുകളാന്ന് നോക്കിയേ. സാധാരണ മൺകട്ടയിൽ ഉണ്ടാക്കിയ വീടുകൾ കേട്ടോ. ഇതൊക്കെ എന്തോ കൃഷി സംബന്ധമായ സംഭവം കേട്ടോ. നെല്ലോ ഗോതമ്പോ അങ്ങനെ എന്തോ സംഭവമാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ലൈൻ കെട്ടണം പോലത്തെ വീടുകൾ കേട്ടോ. ഭയങ്കര കാറ്റ്, അതാണ് വേറൊരു സംഭവം. ഞങ്ങൾ വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. അന്ന് കെട്ടിയ ഇത് ഫീസ് നിനക്ക് വല്ല ഓർമ്മയുണ്ടോ? സെൻട്രൽ ലോക്കിന്റെ ഒരു ഫീസ് പോയിട്ടാ. നീല ഉറപ്പാ, നീല നിറത്തിൽ അങ്ങനെയൊന്നും കാണില്ല. അത് റയർ പീസാ അല്ലേ? ഗൈസ് നോക്കൂ, പിള്ളേച്ച നീല നിറത്തിൽ അങ്ങനെയൊന്നും കാണില്ല. ഗൈസ് നമുക്ക് ഇനി അപ്രോക്സിമേറ്റ് 200-something കിലോമീറ്റർ ഇനി ഓടിക്കാണ്ട്. ഞങ്ങൾക്ക് എന്നിട്ട് ഭക്ഷണം വെക്കണം. ഞങ്ങൾ ഇന്നലെ രാത്രി ഭക്ഷണം വെച്ചാണ്. വിശന്ന് കഴിഞ്ഞപ്പം കഴിഞ്ഞു പോയി. ഞങ്ങൾ തന്നെ എടുത്ത് തീർന്നു പോയി. ഇനിയിപ്പം ചെന്നിട്ട് വേണം ഭക്ഷണം വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി. നാളെ കസാക്കിസ്ഥാനാണ്, സിം എടുക്കണം. പിന്നെ അതേപോലെ തന്നെ പൈസയുടെ കാര്യങ്ങളൊക്കെ പഠിക്കണം. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇനിയിപ്പോൾ ഓടിക്കാനുണ്ട് കേട്ടോ. അപ്രോക്സിമേറ്റ് എനിക്കൊന്ന് നല്ല രീതിയിൽ ലോങ് ഉണ്ടെന്നാണ് തോന്നുന്നത്.
നിനക്കോടാ? എനിക്ക് തോന്നുന്നു ഒരു 100-300 കിലോമീറ്ററും കൂടെ ബാക്കിയുണ്ട്. മാറ്റി നമ്മൾ അൽമാട്ടി പോയിട്ട് നിർത്തുള്ളൂ കേട്ടോ. നമ്മൾ അവിടെ പോയിട്ട് വേണം വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കണ്ടുപിടിക്കണം. ഇല്ലടാ, പിന്നെങ്ങനെ അവനെ ഇത് പോയേ? ഫുള്ള് അങ്ങനെ പോകൂല, പോവാണെ ഒന്നായിട്ടേ പോവുള്ളൂ. ഫീസ് പിടിക്കാം. ആ ഫീസാ താന്നു. എല്ലാം കേസ് കെട്ടുകളാണ്. 17 ദിവസം ഒരാൾ 1 മണിക്കൂർ ലേറ്റ് ആയി. ഇന്ന് അറിയാതെ എങ്ങാണ്ട് നേരത്തെ 17 ദിവസം ഒരാൾ ഫുൾ ലേറ്റ് അറിയാതെ ഒരു ദിവസം നേരത്തെ വന്നിട്ട് അവന്റെ പാർട്ടി ഷോ കാണായിരുന്നു. അവന്റെ പാർട്ടി ഷോ കണ്ടു കഴിഞ്ഞാൽ സഹായിക്കാൻ പറ്റും. എല്ലാവരും അവനെ പോയി വിളിച്ചോണ്ട് വരും. ലേറ്റ് ആയി കഴിഞ്ഞാൽ ആരും ഒന്നും മിണ്ടൂല, എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇന്നൊരു ദിവസം നേരത്തെ ഉണ്ട്. വേർ ആർ യു? ഐ ആം വെയിറ്റിംഗ് ഇൻ 10 minutes ഹിയർ. നാളെയും കൂടെ ഉള്ളു കേട്ടോ. ഏകദേശം 18 ദിവസം പൂർത്തിയാറായി. എന്നോട് ചോദിച്ചു ഇന്ന് 5 മിനിറ്റ് ലേറ്റ് ആയപ്പോ ചോദിച്ചാൽ ഇങ്ങനെ ഞാൻ പറഞ്ഞ അവിടെ ഇരുന്നോളാം. ഇനി നമുക്ക് ഓർഡർ ദിവസമൊന്നും ഇല്ലല്ലോ, അവിടെ ഇരുന്നോളാം. നോക്കൂ, നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. ഇനി ഏകദേശം 100-300 കിലോമീറ്റർ ഉണ്ട്. ഇനി ഏകദേശം 100-300 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ബുള്ളറ്റ് ട്രെയിൻ കാണുന്നു. ബുള്ളറ്റ് ആണോ നോർമൽ ആണോടാ? ബുള്ളറ്റ് ആണോ? നമ്മുടെ വന്ദേ ഭാരത് പോലത്തെ ട്രെയിൻ കേട്ടോ, കിടിലൻ ട്രെയിൻ. ഫൈനലി ഈ കാണുന്ന ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. അതേന്നുണ്ടല്ലോ, ഈ കാണുന്ന ഇവിടെ നമ്മുടെ കസാക്കിസ്ഥാൻ ആ ഒരു ബേസ്, അതായത് നമ്മൾ ബോർഡറോട് അടുക്കാറായി. അപ്പോൾ ആ ഒരു ബേസ് ചെയ്തുള്ള ഫുഡ് അതുപോലെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇനി ചൈനീസ് ഫുഡൊക്കെ പാടാണ്. കസാക്കിസ്ഥാൻ ടൈപ്പ്, അതായത് ചൈനീസ് കസാക്കിസ്ഥാൻ ടൈപ്പ് ഓഫ് ഫുഡാണ് ഇനി കിട്ടുക. ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയാക്കണം. നാളെ ഈവനിങ് നമ്മൾ എവിടെ എത്തും? നമ്മൾ കസാഖിസ്ഥാൻ എത്തും. കസാഖിസ്ഥാനല്ല, കസാക്കിസ്ഥാൻ ഞങ്ങൾ എത്തും. അത് കഴിഞ്ഞ് ഞങ്ങൾ യൂറോപ്പിൽ പോകും. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന ഇതൊക്കെ ഇവര് നമ്മുടെ കൂടുതൽ ടീം സ്പ്ലിറ്റ് ആയി പോയേ. അതായത് മാറ്റം വേറൊരു സ്ഥലത്ത് നിർത്തി, പിന്നെ ഇവർ ഈ കാണുന്ന സ്ഥലത്ത് നിർത്തി. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമ്മളെല്ലാം 2 സ്പ്ലിറ്റ് ആയിപ്പോൾ. ലിവിനെ ഇച്ചിരി വെള്ളം അടിക്കാൻ പറ്റുമോ ലിവിനെ? ഗൈസ് നോക്കൂ, ലിവിൻ നൈസായിട്ടേ വെള്ളം അടിക്കാൻ പറ്റൂല്ലോ എന്നുള്ളത് നോക്കൂ കേട്ടോ. അവസാനം 1 അടിക്ക് ഇത്ര, 2 അടിക്ക് ഇത്ര, 3 അടിക്ക് ഇത്ര എന്ന് പറയുമോ? ഗൈസ് നോക്കൂ, ചൈനയിൽ വന്നിട്ട് ഇപ്പോൾ 2ാമത്തെ വണ്ടി കഴുക്കാണ്. അതിനിപ്പോൾ വണ്ടി കഴുകിയിട്ടില്ല. ഒന്ന് വെള്ളം അടിക്കുമായിരുന്നാലും അടിപൊളിയായിട്ട് വണ്ടി വൃത്തിയായി കിട്ടിയാണ് കേട്ടോ. കാരണം വണ്ടി അത്രയ്ക്കും കച്ചറായിട്ട് കിടക്കുക. കിട്ടിയോടാ? ഉണ്ടല്ലോ, അടിച്ചോ നന്നായിട്ട് അടിച്ചു കഴിക്കോ. ഫ്രണ്ടും സൈഡൊക്കെ അടിച്ചോ കേട്ടോ ലിബി. ഫ്രണ്ടും സൈഡൊക്കെ അടിച്ച് വൃത്തിയാക്കിട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു കൾച്ചറുണ്ട് കേട്ടോ. അതായത് വാഹനങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ട് ഇതേപോലെ തന്നെ സെൽഫായിട്ട് ആ വണ്ടി കഴുകിയൊക്കെ എടുക്കാം. വേണേൽ തുണിയൊക്കെ ഉണ്ടെങ്കിൽ തുടച്ച് നല്ല വൃത്തിയാക്കി എടുക്കാം. അത് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഗൈസ് നോക്കൂ, ഇനി അങ്ങോട്ട് ചെല്ലാൻ നേരത്തെ എങ്ങനെയാണ്, എന്താണ് കൾച്ചർ, ഏതാണ് പൈസ, എന്താണ്, എങ്ങനെയാണ് റോഡ്, എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഫുഡ് എന്താണ്, ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ക്യൂരിയോസിറ്റിയാണ്, ഫുൾ ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ കസാക്കിസ്ഥാൻ എങ്ങനെയാണ്, കസാക്കിസ്ഥാനിൽ ഗൈസ് ഞങ്ങളുടെ പ്ലാൻ ഞാൻ പറയാം. അതായത് കസാക്കിസ്ഥാനിൽ നിന്ന് നമ്മൾ നേരെ അൽമാട്ടിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്ത് അബുദാബിക്ക് പോകും. അബുദാബിയിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ട് നേരെ നമ്മൾ ഗ്രീസിന് പോകും. ഗ്രീസിൽ നിന്ന് ഞങ്ങൾ നേരെ നാട്ടിൽ വരും. നാട്ടിൽ നിന്ന് വിസ എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് കസാക്കിസ്ഥാനിൽ വരും. കസാക്കിസ്ഥാനിൽ നിന്ന് വീണ്ടും നമ്മൾ കിർഗിസ്ഥാനിലേക്ക് പോകും. പിന്നെ അങ്ങനെ വീണ്ടും പരിപാടി കൊടുക്കും. ഗൈസ് ഈ കാണുന്നതൊക്കെ ചൈനീസ് മാനുഫാക്ചറിങ് വണ്ടികളാട്ടോ. അതായത് ബെൻസ് സ്പ്ലെൻഡറിനെ സെയിം സാധനങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഗൈഡ് അവൾ പാവമായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിലുണ്ടല്ലോ പെട്ടുപോയനെ. ടാൻസിയൊക്കെ ആയിരുന്നെങ്കിൽ വളരെ സ്ട്രോങ്ലി പറഞ്ഞേനെ. കാരണം 2-3 പ്രാവശ്യം എല്ലാവരോടും ശരിക്കും പറഞ്ഞു. പുള്ളിക്കാരൻ പോയി പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. വെള്ളമാ ലിവിനെ ഡാൻസിങ്ങാനാണ് ഇപ്പൊ എല്ലാവരും നിക്കർ ഊരി കൈ കൊടുത്തത്. നിക്കർ മാത്രമോ, ബാക്കി അടിയിലും കൂടി ഊരിട്ട് കയ്യിലോട്ടും കൊടുത്താൽ പെണ്ണായതുകൊണ്ട് മാത്രമോ അല്ലേടാ? ആ പെണ്ണിനെ എല്ലാവരും കൂടെ തരിക. ഗൈസ് നോക്കി എന്തൊരു ഫ്രീഡം എന്നൊരു അവള് തരുന്നത്. എന്നിട്ട് എല്ലാവരും ഇഷ വരപ്പിക്കുക കേട്ടോ. പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ഊളകളെയും കൊണ്ട് ഒരു കാര്യമില്ല കേട്ടോ. കാരണം ഗൈസ് ഒരു ഗ്രൂപ്പാണ്, അപ്പോൾ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് ഒരാൾക്ക് അവിടെ പറ്റൂല, ഒരാൾക്ക് ഇവിടെ പറ്റൂല, ഒരാൾക്ക് മറ്റേത് പറ്റൂല, ഒരാൾക്ക് മറിച്ചത് പറ്റില്ല, അങ്ങനെയൊക്കെയാണ്. എന്തായാലും കസാക്കിസ്ഥാൻ ചൈന ബോർഡർ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. എന്തായാലും നമുക്ക് ഇന്നിപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നേരെ ക്യാമ്പർ സൈറ്റിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ. അപ്പോൾ ക്യാമ്പർ സൈറ്റിൽ കൊണ്ടിട്ട് വണ്ടി മൊത്തം അടിക്ക് പേർക്ക് വൃത്തിയാക്കണം. കാരണം നാളെ ബോർഡർ കിടക്കുമല്ലോ. അപ്പം ബോർഡർ കിടക്കുന്നുണ്ട്. രാത്രി കുറേ പരിപാടികളുണ്ട്, അത് ചെയ്ത് തീർക്കണം. ആൾക്കാർ വമ്പ സഹകരണമുള്ള ആൾക്കാർ കേട്ടോ. ഇവിടെ മെഷീനുണ്ട്, ഇവിടെ വെള്ളമുണ്ട്, വാഷിങ് യാ കണ്ടോ. ഇട്ടോ ഒരച്ചോളാം ലിവിനെ, ഒരച്ചോളാം. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഇവിടുത്തെ ഈ ഒരു റെസ്റ്റോറൻ്റൊക്കെ ആൾക്കാരാണ് ഈ സംഭവം. ലിവി സെറ്റപ്പായിട്ട് വൃത്തിയാക്കി എടുക്കുക. അങ്ങനെ പിന്നെ കഴിക്കാൻ എടുത്താലോ. അല്ല ഫ്രണ്ട് ക്ലാസ് കൂടെ ഒന്ന് വരയ്ക്കാം അവിടെ. ആണോ? ഇതുണ്ടോ വെള്ളം ഇവിടെ കൊണ്ടു തരും കേട്ടോ. ഒരച്ചൊരച്ച് കഴുകിക്കോളെ. ഇതായിരിക്കും ഏറ്റവും നല്ല. ആണോ? ഗൈസ് നോക്കൂ, ഫ്രണ്ട് ക്ലാസ് ഇതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം പരിപാടി നമ്മൾ കഴിഞ്ഞു കേട്ടോ. ഗൈസ്
നാളെ അങ്ങനെ നമ്മൾ അടുത്ത രാജ്യത്തെത്തും. ഓ ഗൈസ് നോക്കൂ, പെർ ഡേ അപ്രോക്സിമേറ്റ് നമുക്കിവിടെ ഒരു എൻ്റെ ഒരു വിശ്വാസം ശരിയാണെങ്കിൽ ലിബിന പെർ ഡേ നമ്മൾ എണ്ണയ്ക്ക് എത്ര രൂപ ചെലവായിക്കൊണ്ടിരുന്നത്? പെർ ഡേ നമുക്ക് ഫുൾ ടാങ്ക് അടിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു 6000 രൂപ അടുത്ത് പെർ ഡേ എണ്ണയ്ക്കാവും. എണ്ണയ്ക്ക് നേരെ നമുക്ക് എണ്ണ അടിക്കാൻ മിസ്റ്റർ ലിബിൻ പറഞ്ഞ് നമുക്ക് 6000 രൂപയാവും. പിന്നെ ചിലവെല്ലാം കൂടി ഒരു 10-2000 രൂപ നമുക്ക് അതും ചിലവാവും. പിന്നെ ഇവിടെ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഒരു 4000 രൂപയുടെ മേളിൽ പോകും അല്ലേ ഗൈസ്? അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ. നമ്മുടെ വണ്ടി ചേട്ടൻ കഴുകി തരുവാണ്. ഓൾമോസ്റ്റ് എല്ലാവരും പോയി ഷെയർലി വന്നു. ലിബിനും ഇതാ ഓരോ തുടങ്ങിട്ടോ. ഫ്രണ്ട് ക്ലാസ് ഒന്നും വരയ്ക്കത്തില്ലായിരുന്നു. ഈസ് ടെല്ലിങ് ഷെയർലി, ഈസ് ടെല്ലിങ് ദിസ് മാൻ ചൈനീസ് വൈഫ് യു വൈ. കിട്ടിയ അവസരം ഞാനും ലിബിനും മുതലാക്കി കേട്ടോ. വണ്ടി ആടിച്ച് പൂർത്തിയാക്കി നീറ്റാക്കി എടുത്തു കേട്ടോ. ഓ അത് കാലക്കി എന്നാ പവറിലെ വരുന്നതെന്ന് നോക്കിയേ. ഫ്രണ്ട് ഗ്ലാസ് ഇപ്പൊ ടീക്കായിട്ടോ. അത് കലക്കി. ഇതിങ്ങനെ കിലോമീറ്റർ നീളത്തിൽ ഈ കാണുന്ന വഴികൾ കിടക്കും കേട്ടോ. ഹായ് ചേച്ചി, ഹായ്. കൈയൊക്കെ വീശി കാണിക്കുന്നുണ്ടോ ഞങ്ങളെ? ചൈനീസ് പെൺപിള്ളേർക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ? വെരി ലൈക്ക് ഇറ്റ്. യാ, സോ മെനി ചൈനീസ് ലേഡീസ് ഈസ് ഫിഷിംഗ് ലൈക്ക് മീ, ലൈക്ക് ടു യു ടു. യാ യു ടു. വലിയ കാര്യത്തില് പിന്നെ എണ്ണ അടിയാണെ വന്നു കേട്ടോ. ആശാൻ പെട്ടുപോയി. കാരണം വെച്ചാൽ ഗൈഡിന്റെ ലൈസൻസ് ഇല്ലാതെ ഇവിടെ എണ്ണ കിട്ടത്തില്ല ഈ പ്രൊവിൻസില്. ഗൈഡ് ആ ലൈസൻസ് വീശി ഇനി സാധനം കൊടുത്താൽ മാത്രമേ ഉള്ളിന് ഉള്ളിൽ കയറ്റുള്ളൂ. അവിടെ നിന്ന് വപ്പന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇവര് മര്യാദക്കാണ് മര്യാദക്കാട്ടോ, ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അടിച്ച് ചെവിക്കല് പൊളിച്ചല്ലോ കേട്ടോ. നമ്മുടെ ഒരു കാര്യമില്ലായിരുന്നു. സെക്യൂരിറ്റി ഭയങ്കര എനിക്കറിയില്ല ഇവന് എന്തൊക്കെ ഇങ്ങനെയൊക്കെ. നമ്മുടെ വണ്ടിക്ക് ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യം എണ്ണ അടിക്കുന്നത്. രണ്ടാമത്തെ കിലോമീറ്റർ ഓടി അപ്രോക്സിമേറ്റ് ഇപ്പൊ 350-400 കിലോമീറ്റർ ഓടി. ഇവിടെ നോക്കൂ, ഫൈനലി അങ്ങനെ 7 രൂപയുള്ളൂ ഇവിടെ. 7 രൂപയുള്ളൂ കേട്ടോ. ഇവിടെ 7 രൂപയുള്ളൂ ഡീസൽ. ഇവിടുത്തെ ഏറ്റവും ചാത്തൻ ഡീസൽ നമ്മൾ അടിക്കുന്നത്. ഹായ് ഗൈസ് നോക്കൂ, ഫൈനലി അപ്രോക്സിമേറ്റ് നല്ല രീതിയിലുള്ള എണ്ണ കയറും. നമുക്ക് എണ്ണ അടിക്കാം. അതിൻ്റെ ഇടയ്ക്ക് അവൻ ഗൈസ് നോക്കുക, അതിൻ്റെ ഇടയ്ക്ക് BMW ചത്തു. അതായത് BMWൻ്റെ ഇത് ഓപ്പൺ ആകുന്നില്ല, അത് സ്റ്റക്കായി. ലിവിനെ അല്ലെങ്കിൽ എടുക്കട, അല്ലെങ്കിൽ ഇത് എടുത്ത് ഇനി ഇത് മൊത്തം ഊരണം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ആയിട്ട് ഞാൻ എൻ്റെ ഇതും എടുത്തിട്ട് ഗിവ് മി യുവർ സ്റ്റാർ ടു ദിസ് സ്റ്റാർ. ഗൈസ് നോക്കൂ, 2 സ്റ്റാറും 2 ഇതുമാണ്. യുനോ എനി ഐഡിയ? ഓക്കെ ഐസ് നോക്കും. അവർക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഇതിന് കുഴപ്പമില്ല. ആ കാര്യത്തിൽ കുഴപ്പമില്ല. ലിവിൻ നൈസായിട്ട് ഇവളെ ട്യൂൺ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. പാവമായിട്ട് ഇവള്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളൊരു അപ്പാവിയാണ്. ഒരിക്കലും ചില സമയത്ത് പാവത്താനൊക്കെ തോന്നുന്നുണ്ട്. എല്ലാവരും ഇട്ട് തെറിയൊക്കെ വിളിക്കുന്ന കാണുമ്പോൾ. അല്ലേടാ? ശരിയല്ലേ? കൂട്ടുകാരാ. അതെ, എനിക്ക് കേരളത്തിലുള്ള കൂട്ടുകാരില്ലാതെ ഇവിടെ കൂട്ടുകാരി കിട്ടി. അതെ. ഗൈസ് നോക്ക്, ഫൈനലി ഇത് ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ അത് കുറച്ച് ടൂളുണ്ട്, അതെടുത്ത് ഇത് ഓപ്പൺ ആക്കണം. ഇത് ഓട്ടോമാറ്റിക്കാണ്, കീലെസ് ആണ്. അപ്പോൾ കീ ഇട്ടിട്ടൊന്നും തുറക്കുകയില്ല. അത് BMWൻ്റെ ഇത് സാധനം ഞാൻ പറഞ്ഞുതരാം. R1250 എന്ന് പറഞ്ഞ മോഡലാണ്. ഈ വണ്ടി അപ്രോക്സിമേറ്റ് 38 ലക്ഷം രൂപ കോസ്റ്റ് ഉണ്ട്. ഈ ജാക്കറ്റിനുണ്ട് 1 lakh. ഈ ഷൂവിനുണ്ട്, പുള്ളിയിട്ടങ്ങനെ ഷൂവിന് 250. പിന്നെ ഈ ഹെൽമെറ്റ് ഇരിക്കുന്ന ഇതിനുണ്ട് 50,000 രൂപ. ഇതൊരു ഹെഡ്ഫോണാണ്. ഈ ഹെൽമെറ്റ് കാര്യമുണ്ടോ? അവസ്ഥ നമ്മൾ തള്ളുന്ന പോലെ അല്ലേ? നോക്കി, ഈ ഹെൽമെറ്റിനുണ്ട് 1 ലക്ഷത്തി സംതിങ്. 15,000 50. പിന്നെ അതേപോലെ തന്നെ വമ്പർ എക്സ്പെൻസീവ് ആണ്. ഇതിനുണ്ട് 1 ലക്ഷം. പുള്ളി ഓരോന്ന് ഊരിക്കൊണ്ടിരിക്കും. അത് ഊരിയിട്ട് വേണം നമുക്കത് ഉൾട്ടി അടിക്കാം കേട്ടോ. ഒരു വിധം ഇത്ര ഊരി. ഇനിയിപ്പം 2 എല്ലെങ്കിൽ വേണം. 2 എല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ പാട് വരും. കിത്തനായ एक्स्ट्रा एक्सेसरी का ये बैग का है 20-25,000 इंग्लिश में 20-25,000. എൻ്റെ അമ്മ, ഇതിൻ്റെ പൈസ ആയിട്ട് പറഞ്ഞു 28,000 രൂപ ഈ ബാഗിൻ്റെ മാത്രം വില. ഈ 2 പാക്കില്ലേ, അതിന് മാത്രം എൻ്റെ 1 ലക്ഷത്തി സംതിങ് ഉണ്ട് കേട്ടോ. ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ BMWൻ്റെ സാധനങ്ങൾ. ഭയങ്കര എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. സാധാരണക്കാരനെ കൊണ്ട് ഒരിക്കലും പോറ്റാൻ പറ്റില്ല കേട്ടോ. ഗൈസ്, വേറൊരു കാര്യമുണ്ട്. പഴയ പഴഞ്ചൊല്ലുകളല്ലേ, ഏത് ഇരുമ്പും തുമ്പി ഉള്ളവനും അല്ല ഏത് പൊന്നും തുമ്പി ഉള്ളവൻ എന്നാ പറയുന്നത്, ഏത് പൊന്നും തുമ്പി ഉള്ളവനും ഒരു ഇരുമ്പും തുമ്പയുടെ ആവശ്യം വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആരെയും അനാവശ്യമായിട്ട് വെറുപ്പിക്കരുതെന്ന് പറയുന്ന കാര്യം അല്ലേ? ആരെടുത്തുനിന്ന് അത് എവിടെ നിന്ന് എടുക്കുക? ഗൈസ്, ഫൈനലി അങ്ങനെ ആ സാധനം കണ്ടുപിടിച്ചേട്ടാ. ഈ 2 സാധനം ഇല്ലാതെ ഇത് വരും 100-150 രൂപയുടെ സാധനം കേട്ടോ. അല്ലേ തന്നെ 150 രൂപയുടെ സാധനം 25 ലക്ഷം രൂപയുടെ വണ്ടി വെക്കുന്നു അല്ലേ? എന്നിട്ട് 2 കറക്കി
ഊരുമല്ലേ? 4 ഞെട്ട് ഊരി കഴിഞ്ഞാൽ പ്രശ്നം തീരുമല്ലേ അവനെ? ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ആണോ? പിന്നെ BMW ഓൾ സാധനം എക്സ്പെൻസീവ് ആട്ടോ. അവന് ഞെട്ട് കിട്ടിയാ ആയ ഭയ്യ ഞെട്ട് ഗാഡിക്കായ പിന്നെ ഇത് സെയിം ഹേ. ഓ കഴിച്ച് ചെറിയൊരു സാധനം കേട്ടോ. ഇത്ര ഊരി എടുക്കാനാണ് ഈ സാധനം. തുറന്നു നോക്കി. തുറന്നാ नहीं चाहिए, वो दे दो. അതിനാ ഇതിന്റെ ഇവിടുത്തെ ഒരെണ്ണം പോയടാ. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് അഴിച്ചേ. ആ നീ അല്ല കളഞ്ഞേ. അല്ല കളഞ്ഞ ടാക്സിയാ ഞാൻ കണ്ടോണ്ടിരുന്നല്ലേ. താങ്ക്സിയുടെ ഇന്ന് പോയി. അപ്പം ഇതിപ്പോ ഇതാണോടാ? ആയിരിക്കും. വന്നു അതാ കയ്യില് കളയല്ല എടുത്തെടുത്ത്. ഇതെന്നെ സംബന്ധിച്ച് ഇതങ്ങോട്ട് ഇത്രേ ഉള്ളൂ. ഇത് ഓപ്പൺ ആവൂല ചില സമയത്ത്. സെൻസർ ഇല്ല. ഇത് കണ്ടോ? എനിക്ക് ഇതിന്റെ മെക്കാനിസം ഒന്നും അറിയില്ല. ഇത് തുരുമ്പാടാ ലിവിനെ. ഇതിന് ഇച്ചിരി പെട്രോൾ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരാന്നുള്ളത്. ഇത് ഞാൻ ഈ മണ്ടനോട് കുറെ പറഞ്ഞ. ഇതുണ്ടോ भैया इधर थोड़ा पेट्रोल मारो. इधर थोड़ा पेट्रोल मारेगा. ये वाला है ना, ये वाला जाएगा. वो ले लो. അത് പൊട്ടി പോകാനായിട്ട് വലിക്കണ്ട. देखो यही है प्रॉब्लम. देखो भैया यही है ना, यही है प्रॉब्लम. थोड़ा पेट्रोल डालो. स्मूथ अल्ले थोड़ा ग्रीस डालो. डालो. ग्रीस नहीं है, पेट्रोल है. എന്നാ അല്ലേ ഞങ്ങൾ എന്നൊക്കെ വണ്ടിയുടെ പണിയെടുക്കുന്നത് അല്ലേ? ആയോ പിന്നെ പൊട്ടിക്കല്ലേ ഇവനെ? അവളുടെ കയ്യിൽ വയ്ക്കാൻ വേണ്ടി ഇവൻ നോക്കിയിട്ടോ, നടന്നില്ല. ആ ഇവിടെ എവിടെ ചെന്നാലും തെറിയാണല്ലോ. എൻ്റെ പൊന്ന് കേസ്, അവൾ അവിടെ പോയി ഐഡി അടിക്കാതെ ഒരു കാരണവശാലും പെട്രോളും ഡീസലും കിട്ടൂല. അപ്പൊ നമ്മൾ ആദ്യം അടിച്ച ഐഡിക്ക് നമ്മളടിച്ചു. ആദ്യം അടിച്ച ഐഡിക്ക് നമ്മളടിച്ചു. ഇപ്പൊ രണ്ടാമത് ഐഡി അടിച്ചിട്ട് ആണ് ഇതിനടിക്കുക. എനിക്കറിയാം ഇത് അവളെ ഓടി വരുന്നു. ഇഷ്ടപ്പെട്ട ഓടി വരുന്നു. റൺ ബേബി റൺ, റൺ ബേബി റൺ. ഓ ഗായ്സ് ഫൈനലി സാധനം തിരിച്ചു കയറ്റിയിരിക്കണു അല്ലേ? ഇനി ഉണ്ടല്ലോ അതാദ്യം അല്ലേ? ये डालने के लिए बात एक मिनट वो ले लो. അങ്ങനെ തന്നെയാ അത്. ഞാൻ എടുത്തുള്ളൂ കറക്റ്റാ. ഒരു സ്ക്രൂ നേരത്തെ കളയാൻ ചെയ്തില്ലേ? നോക്കൂ, ഞങ്ങൾ പോകുന്ന വഴിക്കാണ്ട് ഒരു ചൈനീസ് ഗ്രാമം കേട്ടോ. നോക്കി, സാധാരണ രീതിയിലുള്ള ഗ്രാമം. അതായത് ഞങ്ങൾ ആ എണ്ണ അടിച്ചിട്ട് തൊട്ടിപ്പുറത്തോട്ട് വരാൻ നേരത്ത് കണ്ടോ കേട്ടോ. സാധാരണക്കാരായ ആൾക്കാർ ജീവിക്കുന്ന സ്ഥലം തോന്നുന്നുണ്ടോ? പൈസക്കാര്, മിഡിൽ ക്ലാസ്, ഒന്നും ഇല്ലാത്തവര്. ഗൈസ് ഓവർ ഇവിടെ നിർത്താൻ പറ്റില്ല കേട്ടോ. പോലീസുകാരും കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലും പിന്നെ പാസ്പോർട്ട് കൊടുക്കണം. ഭയങ്കര വലയാ കേട്ടോ. ഇപ്പൊ നമ്മൾ നേരെ വണ്ടി എടുത്തോണ്ട് പോകുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ആദ്യം കയറിയപ്പോ നമുക്ക് കിട്ടിയ കാർഡാണ് ഈ ചൈനീസ് ടോൾ കാർഡ്. ഇന്ന് അറിയാം, അതായത് ഈ കാണുന്ന ടോൾ ഇപ്പൊ നമ്മൾ എക്സിറ്റ് അടിക്കാൻ പോവാണ്. ഇപ്പൊ അറിയാം കേട്ടോ മാക്സിമം എത്ര രൂപയാവും എന്നുള്ളത്. ഐ ഡോണ്ട് നോ അപ്രോക്സിമേറ്റ് ഹൗ മച്ച് ഷെർലി. ഓ എക്സ്പെൻസീവ്. എൻ്റെ അപ്രോക്സിമേറ്റ് ഇന്ത്യൻ മണി 2200. യു നോ? ഗൈസ് നോക്കൂ, ഏതാണ്ട് 2200 രൂപ. ആ പക്ഷെ കുഴപ്പമില്ല കേട്ടോ. 400 കിലോമീറ്റർ അടുത്ത് ഓടിയാനാണ് ഇത്. ഒറ്റ ടോളേ ഉള്ളൂ കേട്ടോ. ഇത്ര ആയിരിക്കുന്നത് കേട്ടോ. ഒന്ന് ചോദിക്കട്ടെ ഇവിടുന്ന് എങ്ങനെ വന്ന വണ്ടിയാണ്, എന്താ സംഭവം എന്നുള്ളത്. ഇവിടെയുള്ള ആൾക്കാരുടെ ഫേസ് വ്യത്യാസമുണ്ട് കേട്ടോ. ഏതാണ്ട് കസാക്കിസ്ഥാൻ രീതിയിലുള്ള ആൾക്കാരുടെ ഫേസ് ആണ്. ചൈനയിലെ ചില പാർട്ടിലെ ആൾക്കാരുടെ വ്യത്യാസം നമ്മുടെ ഇന്ത്യ പോലെ തന്നെ കേട്ടോ. ഫേസ് വ്യത്യാസമുണ്ട് എല്ലാ സ്ഥലങ്ങളിലും. തൊഴിൽ ഉറങ്ങിയില്ല, അതുകൊണ്ടാണ് ഈ വായിക്കോട്ട അല്ലേ ലിബേ? പിന്നെ ഇന്നലെ നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയ? ഇവിടുത്തെ 4 മണിയായപ്പോ 205. ഓ ഷെയർലി അത് ഇത് കൊടുത്തോട്ടോ, വീചാറ്റി കൊടുത്തു. അവർക്ക് ഇതെല്ലാം തിരിച്ചു കൊടുക്കണ്ടോ. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു 300 സംതിങ് രൂപയെങ്ങാനും ഷെയറിലേക്ക് ഇപ്പം കൊടുക്കാണ്ട്. 1500 അടുത്ത് ഷെയറിലേക്ക് ഇപ്പം കൊടുക്കാണ്ട് കേട്ടോ. അങ്ങനെ 10,000 വന്നേ. കഴിച്ച് നോക്കുമ്പോ 100 എന്ന് പറഞ്ഞാൽ നാട്ടിലെ 1010. കസാക്കിസ്ഥാൻ അടുത്തടുത്ത് വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ ഭൂപ്രകൃതിയും മാറി, സംഭവങ്ങളും മാറി, എല്ലാം നമ്മൾ മൂന്നാർ എന്ന ഫീലിംഗ് ആട്ടോ. വേറൊരു രീതിയായിട്ടോ. വീണ്ടും തണുപ്പാണ്. ഗൈസ് നോക്കൂ, നമ്മള് കസാക്കിസ്ഥാൻ അടുക്കാറായപ്പോഴത്തേക്കും ആ മലയൊന്നും നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. പച്ചപ്പ നോക്കൂ, ഈ കാണുന്ന കീടിലൻ പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തൂടെ ആട്ടോ നമ്മള് പോകുന്നത്. തീർ സ്ഥലം. എന്റെ പൊന്നെ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ സ്ഥലങ്ങൾ ഉണ്ടാവും. നോക്കിയേ, ആടുകൾ മേയുന്നു ഗൈസ്. ആടുകൾ മേയുന്നു. ആൾക്കാർ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരെല്ലാവരും നമ്മൾ പോകുന്ന സ്ഥലത്തോട്ടാന്ന് തോന്നുന്നുണ്ട്. ഈ കാണുന്ന വണ്ടികളെല്ലാം പോകുന്നത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് എനിക്ക് നമ്മളൊരു 100 കിലോമീറ്റർ ഈ കയറ്റം ഈ കാണുന്ന ഒരു ഭൂപ്രകൃതി നമ്മൾ കയറാൻ തുടങ്ങി കേട്ടോ.
ഇങ്ങനെ കയറ്റം കേട്ടോ, വമ്പം കയറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പം കയറ്റം അല്ലേ ലിബിയെ? പിന്നെ ഇതൊരു മലയുടെ ഇടയിൽ കൂടെ തുറന്നു വരുന്ന പോവാന് നമുക്കത് നമ്മൾ ഇറക്കത്തിലോട്ട് ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് തന്നെയാണോ തോന്നുന്നത്. തിയേറ്റർ പൊട്ടി പൊട്ടിയതാ ഉറപ്പല്ലേ? വണ്ടി കത്തുന്നതാണ് എഴുന്നിട്ട്. റേഡിയേറ്റർ അല്ല, വണ്ടി കത്തുന്നതാ. എന്താ സംഭവിച്ചത്? വണ്ടിയുടെ എഞ്ചിൻ കത്തിപ്പോയി. വണ്ടിയുടെ എല്ലാം പോയി. ഇവരുടെ ചൈനീസ് വണ്ടി ഒന്നും ഉണ്ടല്ലോ, കയറ്റം കയറാൻ കൊള്ളൂല്ലോ കേട്ടോ. നോക്കൂ, ലിബിനുണ്ടല്ലോ നമ്പർ പ്ലേറ്റ് എടുത്തോണ്ട് വരുവാണ്. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തി കേട്ടോ. അതായത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത്, അതായത് ഇതുണ്ടോ എല്ലാവരും നമ്പർ പ്ലേറ്റും സംഭവം കൊടുക്കുമ്പോൾ ഇത് പോലീസ് ചെക്ക് പോയിന്റ് ഉണ്ട്. ഇവിടുത്തെ സെക്യൂരിറ്റി സംഭവങ്ങൾ നോക്കി ഓരോ സ്ഥലങ്ങളിൽ കയറുന്ന ഇതേപോലത്തെ ഓരോ കടമ്പകൾ കിടക്കണം. അതായത് നമ്മുടെ കാശ്മീർ പോലത്തെ ഏരിയ ആണ് ഇത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്നോഫോൾ വീഴുന്ന ഹൈ ആൽറ്റിറ്റ്യൂഡ് ഏരിയ ആണിത്. അതായത് നല്ല ഗ്രീനറി, നല്ല കിട്ടുന്ന സ്ഥലമാണ്. ഇതിനോട് ഒത്തുചേർന്ന ഒരു ലേക്ക് ഉണ്ട്. അപ്പോൾ ആ ലേക്കാണ് പ്ലാനിങ്. ഗൈസ് നോക്കി, ഇതൊക്കെ ഇവിടുത്തെ പോലീസിന് വേണ്ടി കേട്ടോ. ഗൈസ് നോക്കൂ, സൈറാം ലേക്ക് എന്ന് പറഞ്ഞ ലേക്കിലാട്ടോ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത്. അതൊരു പെറേറ്റ് ലേക്കാണ്. പിന്നെ അതിനെക്കുറിച്ച് വാക്തി വിദഗ്ധമായി സംസാരിക്കണമെങ്കിൽ ഷെയർലി വരണം. വണ്ടിക്ക് നാട്ടിൽ നിന്ന് വരാൻ നേരത്ത് 2 ഏരിയയിലുണ്ടായിരുന്നു. ഒരു ഏരിയയിൽ ഒടിഞ്ഞു പോയിട്ടോ. എവിടെ പോയി എങ്ങനെ പോയി എന്നൊന്നും അറിയത്തില്ല. ഇത് ഏരിയയിലില്ല, കാണാനേ ഇല്ല. ഇതിന്റെ മാപ്പ് രാജേഷ് സാർ കൊണ്ടുവന്നു കേട്ടോ. Then you can go inside. This is 90 kilometers. Yeah, I told Okay. you. So if you want to go by car, so they have 145 per person. So one car 292 for the 2 people. Yes. If you go by walk, then 73. 70. 70. അമ്മ എന്നെ എക്സ്പെൻസീവ് ആണ്. वॉक करके जाएंगे, क्यों बेकार में गाड़ी लेके नहीं जाएंगे? walk करके जाके करोगे क्या? देख के आना है और क्या, आए तो किस लिए फिर यहाँ पे? नहीं तो वहाँ रुकते, उधर कहीं पे रुकते, यहाँ क्यों आए फिर? लेक बोल के लेक पे लेके आए, अब लेक नहीं देखेंगे चले जाएंगे. മാർട്ടിൻ ഉടക്കിപ്പോയി, അതാണ് മെയിൻ സംഭവം കേട്ടോ. ആ കള്ള പെടുകയുണ്ടല്ലോ ഇവിടം വരെ കാണണം. പക്ഷെ എന്തായാലും നാളെ കൊണ്ട് തീരുമല്ലോ. അയാൾ ഇവിടം വരെ കാണണമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാ, അയാൾ എന്നിട്ട് ഇല്ലാന്ന് പറഞ്ഞ അയാള് പിന്നെ ആ കാണുന്ന പാർക്കിലേക്ക് പോയിട്ടോ. എന്തൊരു സ്വഭാവമാണെന്ന് ഞാൻ ആലോചിക്കുക. എല്ലാരോട്ടും ഇവിടുന്ന് ലേക്ക് പോകുന്നു നല്ല ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. എല്ലാരും കൂടെ ഒരു വണ്ടിക്ക് പോവാ. ഇവിടെ വമ്പൻ ചർച്ചയാണ്. ലിബിനോട് രാജസാർ പറയാം പുള്ളിക്കാരനെ കെട്ടിക്കൊണ്ടോക്കല്ലോ. അപ്പൊ പറയാ വിസ കിട്ടൂലെന്ന്. ക്യാ പപ്പു ഏ സിസ്റ്റർ ഹേനാ? സിസ്റ്റർ ഹേ. कौन सिस्टर? സിസ്റ്റർ ഹേ. मेरे का 28. हाँ तो क्या अभी टोटल शादी करने के लिए कितना चाहिए? तेरा 28 और उसका 23. तेरे को चाहिए कितना? तेरे को क्या 35 चाहिए क्या? तो 23 ठीक ही है और क्या? ഇത് മൊത്തത്തിൽ ब्लैक एंड व्हाइट कॉम्बिनेशन. इसका लो वीडियो अभी, इसका लो कैसा शर्मा रहा है देखो. आ गया सब बाहर. राजा सर आप स्टार्टिंग दिस आप दिस टू खाली बोला भाई दावत कम से कम बच्चे तो दावत में बुला अरे बात का भरोसा नहीं, हम कब मिलेंगे? आज गाइस चिरची चाहते हो दे दो. तुम शादी करो नहीं करो तुम तो करने के लिए सब सारा अरेंजमेंट किया था पर नहीं हुआ, वीजा नहीं मिला. चेची ने चक्कर ചിരിച്ചിരിച്ച് മോണയ്ക്ക് വേണം എടുത്തോട്ടോ. ഓ ദീദി is pain here, more smiling. You also, but Papu next time this petrol I will key. I have key. Don't change the topic. पेट्रोल बाद में भरा എന്തായാലും റൂം എടുക്കാൻ തീരുമാനിച്ചെന്ന് തോന്നുന്നു കേട്ടോ. എന്നെ എനിക്കറിയില്ല ഇവരെന്നെ തീരുമാനിച്ചത്. നാളെ എന്തായാലും ഇവിടുന്ന് പോവാണല്ലോ. जा सकता है वो 8 बजे तक अंधेरा नहीं रहता है. ഇവർക്ക് ഇപ്പം ഹോട്ടൽ വേണമെന്ന് പറഞ്ഞേ. Already there. എനിക്കൊരു പ്രത്യേകത ഇവരെന്തൊക്കെയാ തീരുമാനിക്കുക എന്നുള്ളത്. And then we decide and we leave. നോക്കൂ, ഫൈനലി മാർട്ടിൻ അവിടെ കിടക്കുക. പുള്ളി പിണങ്ങി കിടക്കുവാണ്. അപ്പോൾ ഷെയർലി അവിടെ നിന്ന് വിളിക്കുവാണ്. അപ്പോൾ ഇൻഫോം ചെയ്യണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. ഫൈനലി ആരും ഇവിടെ കാണുന്നില്ലെന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് കാണാൻ പോലും അതിൻ്റെ വെടിക്കെട്ട് വ്യൂ ഇതിലും നന്നായിട്ട്. അപ്പം ഇവിടുന്ന് 80 കിലോമീറ്റർ ഇനി ഓടിക്കണം. അപ്പം ബോർഡറിന് അടുത്താണ്. നാളെ സുഖമായിട്ട് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പം വഴിയിൽ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം ഷെയർലി ഇല്ലാതെ മാർട്ടിന് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇൻഫോം ചെയ്യണം, എന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടോ. ഇവിടുന്ന് ഇപ്പം താഴോട്ട് പോകണം. അപ്പം ഇവിടുന്ന് താഴോട്ട് പോകാൻ വേണ്ടി മാർട്ടിൻ വരില്ല. ഇവിടെ ഭയങ്കര ഹോട്ടൽ എക്സ്പെൻസീവ്. അപ്രോക്സിമേറ്റ് 500 വരും. അപ്രോക്സിമേറ്റ് 4,5000 രൂപ വരും ഇവിടെ ഒരു ഹോട്ടലിന്. അപ്പം എല്ലാവർക്കും താഴെ ആകുമ്പോൾ വളരെ ചെറിയ പൈസ കിട്ടും.
പുള്ളിയാണ് ഇവിടെ നല്ല പാർക്കിംഗ് ആയി, എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റില്ല. പക്ഷെ നാളെ പോകണമെങ്കിൽ പുള്ളിക്ക് ബോർഡർ കിടക്കാൻ പറ്റില്ല. നോക്കട്ടെ എന്നാ പ്ലാൻ ചെയ്യുന്നത്. അതായത് ഉണ്ടല്ലോ ഫൈനലി ഞങ്ങളെല്ലാം പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇവിടുന്ന് വണ്ടി എടുക്കും കേട്ടോ. അപ്രോക്സിമേറ്റ് 1 മണിക്കൂർ 20 മിനിറ്റ് വേണം. 82 കിലോമീറ്റർ ഉണ്ട്. മാർട്ടിന് ഇവിടെയാണ് കിടക്കുന്നത്. അഥവാ നാളെ മാർട്ടിനെ പോലീസ് കടത്തി വിട്ടില്ലെങ്കിൽ കൂട്ടാൻ വരേണ്ടി വരും. വേറൊന്നുമില്ല, ഞങ്ങൾ നേരെ താഴോട്ട് പോവാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടുതൽ കിടക്കുന്ന ആൾക്കാർ അവർ റൂം എടുത്തിട്ട് അതിൻ്റെ ഇതിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പം അവിടെ ഭയങ്കര പൈസയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇച്ചിരി പൈസ കുറഞ്ഞ സ്ഥലം കിട്ടുകയാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു. നമ്മൾ അവർ പറയുന്ന അനുസരിക്കുക നമ്മൾ നേരെ ഇത് ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. അതായത് നമുക്ക് താഴോട്ട് പോകാൻ നേരത്ത് നമ്മൾ ഏത് ലേക്കാണോ കാണാൻ ഉദ്ദേശിച്ചത് ആ ലേക്കിൻ്റെ വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ച് ഫ്രണ്ടിൽ വന്ന് ഞങ്ങൾ വണ്ടി നിർത്തി. അതായത് ആ കാണുന്ന അവിടുന്ന് ഈ കാണുന്ന ഇതിലെ ഇങ്ങനെ റോഡ് കണ്ടോ, ഇതിലെ ഇങ്ങനെ ഫുൾ ഇത് 90 കിലോമീറ്റർ ഉണ്ട് ഈ ലേക്ക് മൊത്തം കറങ്ങി വരാൻ വേണ്ടി. സെറി ലേക്ക്, അതായത് ആ ലേക്ക് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി പിന്നെ നമുക്ക് ഏകദേശം 140 ചൈനീസ് മണിയാണ് വേണ്ടത്. അപ്രോക്സിമേറ്റ് ഇതിങ്ങനെ മൊത്തം ഇതൊരു പാർക്കാട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നേരെ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് ഇവിടെ വന്ന് ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഈ കാണുന്ന ഇവിടെ വണ്ടി ഇട്ടു. എന്നിട്ട് അവിടുന്ന് നമ്മൾ ഈ കാണുന്ന ഇവിടുന്ന് നല്ല കിടിലം വ്യൂ കണ്ടു അല്ലേ ലിബിനെ? മഴ പെയ്യുന്ന സമയത്ത് ഇത് മൊത്തം ഐസാവും, അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടന്ന് അങ്ങ് വരെ പോകാൻ വേണ്ടി പറ്റും. ഓ ഗൈസ് നോക്കൂ, അതായത് ഇത് കണ്ടോ ഈ കാണുന്ന ഇതൊക്കെ ഫുള്ള് മൗണ്ടനുകൾ അതുപോലെയുള്ള സെറ്റപ്പ് അതുപോലുള്ള സംഭവങ്ങളാണ് ഗൈസ്. അപ്രോക്സിമേറ്റ് എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ഇത് കണ്ടോ, ഇവിടെ റോഡ് കണ്ടോ, ഈ കാണുന്ന റോഡ് ഇതിലിങ്ങനെ 90 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കും. അതായത് ഇതിന് ചുറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് പിന്നെ ടെൻറ്റ് അലൗഡ് അല്ല. അതാണ് എല്ലാവരും താല്പര്യമില്ലാതെ നേരെ താഴോട്ട് പോയത്. എല്ലാവരുടെയും വിചാരം ഇവിടെ ടെന്റ് അടിച്ച് ഇവിടെ കിടക്കാന്നുള്ളായിരുന്നു. പക്ഷേ ഇവിടെ ഫുഡും വെച്ച് എല്ലാവരും കൂടെ വൈകിട്ട് ആനന്ദിച്ച് പോകാന്ന് പറഞ്ഞാൽ പക്ഷെ ആനന്ദം നടന്നില്ല. നമ്മൾ അത് കാരണം വേറെ സ്ഥലത്തോട്ട് പോവാണ്. ഗൈസ് നോക്കുക, അതാണ് സംഭവം. ഇവിടെയൊക്കെ കുറേ കൺസ്ട്രക്ഷനും അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. ഗൈസ് നോക്കൂ, മാർട്ടിന് എന്തായാലും അവിടെ കിടപ്പുണ്ട്. ഇതാണ് ഈ പറഞ്ഞ ലേക്ക്. ഇങ്ങോട്ടൊക്കെ വന്നപ്പോണ്ടല്ലോ കിടിലം ബിൽഡിങ്ങുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം ബിൽഡിങ് നോക്കിയേ, എന്ത് ലുക്കാന്ന് നോക്കിയാൽ ഗൈസ്. ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കിയാക്കുന്ന കിടിലം ബിൽഡിങ്. ഇതൊക്കെ റെസ്റ്റോറൻറ്റ് ഹോട്ടലൊക്കെയാണ്. ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്രോക്സിമേറ്റ് നമ്മുടെ നാട്ടിലെ 12,000-13,000 രൂപ അടുത്ത് വരും ഒരു ഹോട്ടലിന്. ഈ കാണുന്നവിടെയൊക്കെ ആൾക്കാർ സ്റ്റേ ചെയ്യാൻ വേണ്ടി വന്നത് മഡ് ഹൗസ് പോലത്തെ സംവിധാനങ്ങളും കാര്യങ്ങളും കേട്ടോ. നല്ല രസം കേട്ടോ. നോക്കിയാൽ മേളിൽ സൂര്യൻ, താഴെ ഈ കാണുന്ന ലേക്ക്. നമ്മൾ കൂടുതൽ അത്യാവശ്യം എല്ലാവരും വണ്ടി ഒതുക്കി കേട്ടോ ഈ കാണുന്ന സ്ഥലത്ത്. ഇതിങ്ങനെ കുറേ ഉണ്ടെന്നേ. അതായത് അപ്രോക്സിമേറ്റ് 90 കിലോമീറ്റർ. ഗൈസ് നോക്കൂ, ഫൈനലി ഈ കാണുന്ന കിടിലം സ്ഥലത്തിലൂടെ ഞങ്ങൾ യാത്രയാണ്. നല്ല കിടിലം റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലം റോഡാണ്. തൊട്ട് ഫ്രണ്ടിലൊക്കെ ഫുള്ള് നല്ല കിടിലം മഞ്ഞുമലകളാട്ടോ. ഷെർലി യു എൻജോയിങ്? ഷെർലി ഈസ് നോട്ട് എൻജോയിങ്. ഷെർലി ഈസ് എ ഗൂഗിളി ഷെർലി. ഗൈസ് നോക്കൂ, അവൾ 24 മണിക്കൂർ ഫോൺ ഉണ്ടാകും കേട്ടോ. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടല്, പിന്നെ അതുപോലെ ഇപ്പോൾ ഇവിടെ വന്നതിൻ്റെ ഐറ്റിനറി ഒക്കെ അവൾ റെഡി ആക്കുന്നതാണ്. അതായത് നമ്മളിവിടെ വന്നായിരുന്നു, ഇതൊക്കെ ചെയ്തായിരുന്നു. അത് എല്ലാ ദിവസവും ഗവൺമെൻറ്റിന്, ഇവിടുത്തെ ചൈനീസ് ഗവൺമെൻറ് ആ സംഭവങ്ങളൊക്കെ ഇവിടെ സമർപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന നല്ല പച്ചപ്പ് നിറഞ്ഞ കിടില സ്ഥലമാണ്. ഞാൻ കുറച്ചും കൂടെ ഫ്രണ്ടിൽ വന്ന് വണ്ടി നിർത്തി കേട്ടോ. ഈ കാണുന്ന കിടിലൻ ലൊക്കേഷൻ എന്ന് വെച്ചാൽ കിടിലൻ സ്ഥലം കേട്ടോ. അതായത് എൻ്റെ പൊന്നെ തീർ സ്ഥലം. അതായത് നമ്മൾ വണ്ടി നിർത്തി ഇവിടെ ഫുള്ള് പച്ചപ്പ്. ഗൈസ് നോക്കൂ, ഇവിടെയൊക്കെ കന്നാലികൾ മേയുന്നു. കന്നാലികളല്ല കേട്ടോ, അതൊക്കെ കുതിരകളാണ്. ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞെന്ന് വെച്ചാൽ മഞ്ഞാണ്. എന്നെങ്ങാനും വന്ന് പോലീസ് പിടിച്ചാട്ടോ പിന്നെ എൻ്റെ തീരുമാനമായി, നല്ല ഫൈനും കിട്ടും. ഗൈസ് നോക്കൂ, നല്ല തീർ ലുക്കും. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന ഒരു മഞ്ഞ് പെയ്യുന്ന ഈ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. ഇവിടെയൊക്കെ ഫുള്ള് പച്ചപ്പെന്ന് വെച്ചാൽ ഫുള്ള് പച്ചപ്പാട്ടോ. ഗൈസ് നോക്കിയേ, എൻ്റെ പൊന്നി, ഇവിടെയൊക്കെ മഞ്ഞ് പെയ്തോണ്ടിരിക്കുക. ഗൈസ് നോക്കൂ, ഇവിടെയൊക്കെ മഞ്ഞ് പെയ്തോണ്ടിരിക്കുക. എന്തൊരു ലുക്കാന്ന് നോക്കിയേ, വേറൊരു ലെവല്, വേറൊരു രീതിയിലുള്ള സ്ഥലം കേട്ടോ. അതായത് അപ്രോക്സിമേറ്റ് ഇനി ഒരു 80-85 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ടെങ്കിലും പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കിടിലം കാഴ്ചയിട്ടും പിന്നെ എങ്ങനെ നിർത്തായിരിക്കും. ഗൈസ് നോക്കൂ, ആ കാണുന്ന ലേക്കിന്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഇവിടുന്ന് കാണുന്നത് കേട്ടോ. ഗൈസ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒരു വലിയ തുരങ്കം. അതായത് ഞാൻ വിചാരിച്ച അവിടെ ഒരു വലിയ മഞ്ഞുമലയുണ്ട്. ആ മഞ്ഞുമലേനെ നമ്മൾ ക്രോസ് ചെയ്ത് പോകുന്ന വിചാരിച്ചേ, പക്ഷെ നമ്മൾ പോകത്തില്ല കേട്ടോ. ഓ ഇല്ല, തുരങ്കം പണിയുന്നുള്ളൂ. നമുക്കിവിടെ തൊട്ട് ഫ്രണ്ടിൽ ശ്രദ്ധയെ കാണാം. അതായത് ഇവിടെയൊക്കെ തുരങ്കങ്ങൾ പണിത് വരുന്നുള്ളൂ. ഇന്ത്യ പോലെ തന്നെ പല സ്ഥലങ്ങളിലും തുരങ്കങ്ങൾ പണിത് വരുന്നുള്ളൂ, പണിതിട്ടില്ല. നമ്മളിപ്പോൾ സാധാരണ റോട്ടിൽ കൂടെ കയറ്റി വിടുക. എനിക്ക് തോന്നുന്ന ഒരു 5-6 മാസത്തിനുള്ളിൽ ഇനി ആൾക്കാരൊക്കെ കയറ്റി വിടുക ഈ കാണുന്ന ഒരു ടണലിൻ്റെ അകത്തൂടെ ആയിരിക്കും കേട്ടോ. കുറച്ച് ഫ്രണ്ടിൽ വന്ന് വീണ്ടും നിർത്തി കേട്ടോ. ദൈവമേ, ചൈനയിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് ഇത്ര അടിപൊളി കാഴ്ച വന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. പക്ഷെ കിട്ടിയതോ വേറെ ലെവല് മൂഡ് കാഴ്ച കേട്ടോ. എൻ്റെ പൊന്നെ,
എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നടാവേ, നോക്കി എന്നെ സെറ്റപ്പടാവേ, എൻ്റെ കർത്താവീശോമിശിയായേ, എന്ത് രസമാണെന്ന് നോക്കിയേ. എവിടെ നോക്കിയാലും ഞാനേ, എനിക്ക് പണ്ട് മുതലേ ഇങ്ങനെയുള്ള സാധനം പിടിക്കാൻ ഭയങ്കര സുഖേടാട്ടോ. ഇത് എൻ്റെ ക്യാമറ കണ്ണുകൾ ഞാൻ അതിൻ്റെ അതുകൊണ്ട് വെക്കട്ടെ. ഗൈസ്, ഒന്നാ നോക്കിയേ, ബ്രൈഡാട്ടോ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ചെടി മാറ്റി പിടിക്കട്ടെ. ഗൈസ് നോക്കിയതുണ്ടോ, ഇവിടുത്തെ ബ്രൈഡാണ്. ഇത് കല്യാണ ഷൂട്ടിങ് നടക്കുവാണ്. ഷെർലി കം ഹിയർ, ഐ ആം സൂമിങ്, കം 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 കം. ഓ, ഷെർലി നടന്നു പറഞ്ഞാൽ ഒരു you see wait kissing oh not kissing cameraman is telling kissing yeah winner of the year. ഇപ്പൊ അടിക്കും, ഇപ്പം കൊടുക്കും പുള്ളി ഒരു കിസ്. എൻ്റെ പൊന്നെ, ഞാൻ പണ്ട് മുതലേ ഓ ഫിനിഷിങ് ഷെർലി, മിസ്സിംഗ് ലേഡി. ഗൈസ് നോക്കൂ, ഫൈനലി ഇവിടെയൊക്കെ ഫുള്ള് ബ്രൈഡ്സ് ആട്ടോ. അതായത് ഷെർലി, ദിസ് ഏരിയ ഇൻ ബ്രൈഡ് ഷൂട്ടിംഗ് ഏരിയ. യാ, വൺ ലേഡി ഈസ് നൗ ഇൻ റെഡി. ബ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഷൂട്ടിംഗ് എന്നുള്ളതാണ്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ദേ ഇവിടെ കണ്ടോ, ഇതുണ്ടോ ഒരു ബ്രൈഡ് ഇവിടെ മേക്കപ്പ് ചെയ്ത് റെഡിയാകുന്നുണ്ടോ? ഇതൊക്കെ മേക്കപ്പ് ചെയ്ത് റെഡി. ഇവിടെ വേറെ എന്തെങ്കിലും കുറിച്ച് ഇതുണ്ടോ? You see wait no you see here Shirley, wait Shirley, you see Shirley here. Yeah. Two bride, then you Shirley, you see livina kalla aa gap il nee vannu nokku alle. See here. He is kissing. ഓ, ഫ്രഞ്ച് അടിക്കട്ടോ കള്ള. ഗൈസ് നോക്കൂ, ഗൈസ് നോക്കൂ, ഞങ്ങൾ അത്ര ഇതായതുകൊണ്ട് പറയുന്ന കേട്ടോ, അല്ല ഞങ്ങൾ വേറൊന്നുമില്ല. നിങ്ങളൊന്നും വിചാരിക്കില്ല, ഞാൻ കിട്ടുന്ന വെച്ച് കീച്ചുന്നതാണ്. എൻ്റെ പൊന്നെ, ഭൂപ്രകൃതി ആൻഡ് നേച്ചർ ഈസ് വേറെ ലെവലാട്ടോ. ലിവിനെ ഭൂപ്രകൃതി ഒരു രക്ഷയില്ലല്ലോടാ, ഒരു രക്ഷയില്ല. ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പൂ വരണേലേ പൂക്കാല് വെത്തണം. അയ്യോ, ഇത് എവിടെ നിർത്താനാ? പറ്റില്ല മോനെ, പറ്റില്ല. ഇത് ഞാന് ഗൈസ് നോക്കിയതുണ്ടോ, ഇത് ഇവിടെയൊക്കെ ബ്രൈഡ്സ് ആട്ടോ. അതെ, ഇവിടെയൊക്കെ ഫോട്ടോ ഷൂട്ടിങ് നടക്കുവാണ്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ. ഇതേ വൺ ബ്രൈഡ് കപ്പിൾസ് ആൻഡ് സോ മെനി പീപ്പിൾ എൻജോയിങ് ദാറ്റ് പ്ലേസ്. വെരി നൈസ്, വെരി നൈസ്. ഇരിക്കാൻ മോനെ, കലക്കി. ഇതൊന്നും ഒന്നുമല്ല, ഞാൻ വേറൊരു സാധനം കാണിച്ചേ. ഇതേ ഇങ്ങോട്ടൊക്കെ നോക്കിക്കേ ഗൈസ്, ഇങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. ഇത് വേറൊരു കോമഡി. ഷെർലി പ്ലീസ് കം ഹിയർ, ലുക്ക് അറ്റ് മീ. ദിസ് ലുക്ക് ലേഡി. ഇതെവിടെ പോയി? ലുക്ക് ഐഫോൺ ഉള്ളതുകൊണ്ട് സുഖമായിട്ട് ഷൂട്ട് ചെയ്ത് കലക്കാം. എൻ്റെ പൊന്നെ, ഞങ്ങൾ നേരെ പോട്ടോ കേട്ടോ. നോക്കൂ, ഫൈനലി എന്തായാലും ഈ കാണുന്ന കിടിലൻ സ്ഥലം കണ്ടു. പറഞ്ഞ ഐഡിയ നമ്മൾ സക്സസ് ആയില്ലായിരുന്നില്ല, ഭയങ്കര നഷ്ടം സംഭവിച്ചു. ഐസ് നോക്കൂ, അവിടെ പോവായിരുന്നു നന്നായി കേട്ടോ. ഇതിൻ്റെ അകത്തൂടെ തുരങ്കം കേട്ടോ. ഈ കാണുന്ന മലയുടെ അടിയിൽ കൂടെ ഇതുണ്ടോ, അതിൻ്റെയൊക്കെ ഒരു സംഭവങ്ങളാണ് ഈ കാണുന്നത്. അതായത് അതിൻ്റെ ഒരു ബാക്കി പത്രങ്ങളാണ്. ഇതിൻ്റെ അകത്തൂടെ ഫുള്ള് തുരങ്കം പോകട്ടോ. നോക്കിയേ, സാധാരണ നമ്മൾ ആടും പശുവൊക്കെ പിന്നെ മെയ്യുന്നല്ല കണ്ട്, ഇത് കുതിരയാട്ടോ ഇവിടെ മെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഷെർലി. ഗൈസ്, ഈ കാണുന്ന ഫ്രണ്ടിൽ ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു. എന്നിട്ട് ഇവിടെ ഒരു കവാടമുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ വണ്ടി വീണ്ടും നിർത്തി. എന്നെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കീട്ടിലൻ മഞ്ഞു പെയ്ത് കിടക്കുന്ന കീട്ടിലൻ സ്ഥലം. അതോ കാറ്റൊന്നും ഇല്ലാത്ത നല്ല കീട്ടിലൻ ഏരിയ. അതായത് ഇവിടെയാണ് ഞങ്ങൾ വണ്ടി ഇട്ടേ. ഗൈസ്, സത്യം പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഒരു ഇച്ചിരി ആക്രാന്തം കാണിച്ചു. ഇവിടെ നല്ല കീട്ടിലം പാർക്കിംഗ് ഉണ്ടായിരുന്നു. ഈ ഒരു കാണുന്ന ഒരു കീട്ടിലം വ്യൂ കാണാനാണ് സത്യം പറഞ്ഞ് നമ്മൾ വന്നത്. നോക്കൂ, ഒരു കീട്ടിലൻ പാലം. എന്റെ പൊന്നെ, ഇത് ഞാൻ ഈ ഫോട്ടോ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇത് ഈ ഇടയ്ക്ക് വന്ന ഒരു പാലമാണ്, ചൈനയിലെ തന്നെ ഏറ്റവും പൊക്കം കൂടിയ പാലം, അങ്ങനെ എന്തെങ്കിലും ഇതിനെ ബ്രേക്ക് ചെയ്തോട്ടോ ഇന്ത്യ റെയിൽവേ പാലത്തില്. ഗൈസ് നോക്കൂ, ഫൈനലി ഈ കാണുന്ന ഒരു കീട്ടിലൻ സെറ്റപ്പ് കാണാൻ വേണ്ടി വന്നത്. നമുക്കേ വണ്ടി ഫ്രണ്ടിൽ കൊണ്ടുണ്ട് ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. ഞങ്ങളിവിടെ മൂത്രമൊഴിക്കാൻ വന്നതാണ്. എല്ലായിടത്തും പോലെയൊക്കെ തന്നെ ടോയ്ലറ്റിന്റെ അവസ്ഥയൊക്കെ. അത്
ടോയ്ലറ്റിന്റെ കേസ് നമ്മൾ എല്ലാവരും ഇന്ത്യ കുറ്റം പറയും. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ട ഇന്ത്യനെക്കാളും വൃത്തിയിട്ട് ഇവിടെയാ അല്ലേ ടോയ്ലറ്റ് അല്ലേ? ടോയ്ലറ്റ്. ആ ഗൈസ് നോക്ക്, ഇത് കണ്ടോ ഈ കോണെന്ന് ഇവിടെ കീട്ടിലൻ ലുക്ക് സ്ഥലം ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കണ്ടോ ഒരു ബംഗ്ലാവ് കണ്ടോടാ. ഇത് ഇങ്ങനെയാണ് കസാക്കിസ്ഥാൻ എന്നായിരിക്കും. കസാക്കിസ്ഥാൻ ഗൈസ് നോക്കൂ, കസാക്കിസ്ഥാൻ വേറെ മൂടായിരിക്കും കേട്ടോ. ഗൈസ് നോക്കൂ, നല്ല കീട്ടിലൻ നല്ല ലുക്ക് തീർ സ്ഥലം കേട്ടോ. ഞങ്ങൾ അവിടെ മൂത്രം ഒഴിക്കാൻ നേരത്തെ കണ്ടാണ് ഞങ്ങൾ നേരെ വണ്ടി എടുത്തിട്ട് പോകണം. അവളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുക, താഴെയാണ് പോലും ഇതിൻ്റെ കിടിലം വ്യൂ. അപ്പോൾ നമുക്ക് നേരെ താഴോട്ട് പോകാം. ഇതൊരു അമ്മച്ചിക്ക് ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ എല്ലായിടത്തും ഇതുപോലെ ഫോട്ടോ എടുക്കാണ്ട് അവർ വരും കേട്ടോ. നമ്മൾ നേരത്തെ നിന്നത് ഈ കാണുന്ന സ്ഥലത്താണ്. വണ്ടി ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിൽ നിർത്തി. ഓ ഗൈസ് നോക്കൂ, നല്ല കിടിലൻ സ്ഥലം. ഇതെന്നെ ഇങ്ങനെ കാണിക്കുന്നവരെ കൂടുതലുള്ളവരൊക്കെ എന്നെ കലത്തരം പറഞ്ഞാൽ കൂട്ടി നിർത്തും 5 മിനിറ്റ് കിട്ടാൻ വേണ്ടി. ആരോണ്ടേ? അതാ അടുത്തയാള് ജോഷി ഈസ് നൈസ്, കം ഗൈസ് നോക്കൂ, എല്ലാരും പറഞ്ഞ് ഞങ്ങൾ മൂപ്പിച്ച് വെച്ചാ കേട്ടോ. ഒരു കിടിലൻ റോഡ്. ഇത് എന്ത് രസം, ഇത് എന്നാ ഈ കാണിച്ചു കൂട്ടിയാക്കുന്നേ, എന്നാ ഇത് ലിപി എന്നെ കാണിക്കുന്ന പറഞ്ഞോട്ടോ ഇതിലേക്ക്. ഗൈസ് നോക്കൂ, ഇത് നല്ല കിടിലൻ നിർമ്മിതിയാണ്. അതായത് ടണലാട്ടോ, അതായത് നമ്മൾ ഈ കാണുന്ന ടണലാണ്, ചൈനയിലെ ടണലാണ്. നമ്മൾ കസാക്കിസ്ഥാനിലേക്ക് പോകുന്ന ഭാഗമായിട്ടാണ്. അതായത് നമ്മൾ ചൈനയിൽ നിന്ന് കസാക്കിസ്ഥാനിലേക്ക് പോവാണ്. ഷെർലി വാട്ട് ഈസ് ദ നെയിം ഇൻ ദിസ് ഏരിയ? ഷിങ്ചാങ് ബ്രിഡ്ജ് ആണ്. ഈയിടെ ഭയങ്കര പണി കാണിച്ചു, ഭയങ്കര ഫേമസ് ആവിനെ. അത് ക്ലാസ്മേറ്റിന്റെ ബുക്കിനകത്ത് വരെ ഉണ്ട് ഇതിന്റെ ഫോട്ടോ. ഷിങ്ചാങ് എന്ന് പറഞ്ഞ ഏരിയയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ നിൽക്കുന്ന ഏരിയയുടെ ഈ ഭാഗത്തൊക്കെ ഫുള്ള് നല്ല മഞ്ഞുമലകളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് കണ്ടോ, ഇങ്ങോട്ട് തിരിച്ചാൽ മഞ്ഞുമലകളുണ്ട്. നല്ല കിടിലൻ ലുക്കാണ്. ഈ പാലമാണ് ഒരു രക്ഷയില്ലാതെ. നമുക്ക് ചിലപ്പം ഇതിന്റെ അകത്തൂടെ ആയിരിക്കും പോകേണ്ടത്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വേറൊന്നും നമുക്ക് കിട്ടാനില്ല. അവിടെ ഉണ്ടോ വേറൊരു പാലം, ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വേറൊരു പാലം ഉണ്ട് കേട്ടോ. കണ്ടോ എന്തോരം ആൾക്കാരെ ഫോട്ടോ എടുക്കാണ്ട് വന്ന് കൂടിയാക്കണേന്ന് നോക്കിയേ. ആൾക്കാർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. എല്ലാവരും ഞങ്ങളുടെ വണ്ടി ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ ഗോ മാൻ. തൊട്ടപ്പുറമായിരുന്നു ഞാൻ വണ്ടി നിർത്തി. അവിടുന്ന് ഞാൻ വണ്ടി എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ ഞാൻ വണ്ടി ഇട്ടു. എൻ്റെ പൊന്നും കുരിശ് മുത്തപ്പ, നമ്മൾ എന്നതായി കാണുന്നത് ഒരു രക്ഷയില്ലാത്ത വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ഗൈസ് നോക്കൂ, ആ കാണുന്ന ടണലിൻ്റെ കിടിലൻ വ്യൂ ഇവിടുന്ന് കിട്ടും. അതേപോലെ തന്നെ അതിലും സെറ്റപ്പ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കിടിലൻ പാലം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ച് ഫ്രണ്ടിലേക്ക് എല്ലാം നേരത്തെ ഈ പാലം നമുക്ക് കാണാൻ പറ്റും തോന്നുന്നു. അതിൻ്റെ അകത്തോടൊക്കെ വണ്ടികളൊക്കെ സഞ്ചരിക്കുന്നു. നോക്കിയേ ഗൈസ്, ഇവിടെ നിന്നായിരിക്കും അതിൻ്റെ ഒരു കിടിലൻ വ്യൂ കേട്ടോ. കമാൻ ഷെർലി ലാസ്റ്റ്. ഗൈസ് നോക്കൂ, അവളെ എന്നൊക്കെ പറഞ്ഞ് കാലെ പിടിച്ച് നിർത്തിയിട്ടാന്നറിയാം ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. അല്ലാത്ത സമയം അവൾ സമ്മതിക്കത്തില്ല കേട്ടോ. എൻ്റെ അമ്മോ, എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി. ഗൈസ് അടിപൊളി കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ റോട്ടിൽ കൂടിയോ അല്ല വേറെ ഏതോ റോട്ടിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. ഗൈസ് നോക്കൂ, ഈ കാണുന്ന ഇത് ഒരു രക്ഷയില്ല കേട്ടോ ഈ പാലം. എന്ത് രസമാണെന്ന് നോക്കിയാൽ കാണാൻ വേണ്ടി. ഗൈസ് നല്ല രീതിയിൽ കാറ്റുണ്ടോ. ഇതാണ് ആ ടണൽ. ഇതിൻ്റെ അകത്തൂടെയാണ് വണ്ടികൾ വരുന്നതും പോകുന്നതും ഒക്കെ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളെന്തായാലും വണ്ടി എടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. സമയം പോയി. എല്ലാവരും ഞങ്ങളെ നോക്കി വെയിറ്റ് ചെയ്യാണ്. ജോഷി ഓൾറെഡി ഇറങ്ങി. ഓക്കെ ജോഷി, ലെറ്റ്സ് മൂവ്. യാസ് ഗൈസ് നോക്കൂ, നമുക്ക് നേരെ പോവാം. എല്ലാവരും പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അതാണ് വിഷയം. ചിലർക്ക് ചില സ്ഥലം ഇഷ്ടപ്പെടും, ചിലർക്ക് ചില സ്ഥലം ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ എല്ലാവരുമായിട്ടൊന്നും ഒരു പരിപാടിക്കും പോവാത്ത. ഞങ്ങൾ എന്തായാലും നേരെ പോവുകയാണ്. ആ ബ്രിഡ്ജ് താടാലും ഇവിടെ സൂപ്പറായിട്ട് കാണാം. ഇതാ ഗൈസ്, ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് വണ്ടി കൊണ്ടുവന്ന് നിർത്തി. എൻ്റെ പൊന്നെ, അടിപൊളി കേട്ടോ ബ്രിഡ്ജ്. അതിൻ്റെ അത്ര വണ്ടി പോകും. നമ്മൾ അതിലല്ല പോകുന്നതെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നത്. ഗൈസ്, ഇത് അങ്ങനെ വേറെ പാതകളാണ്. അതാണ് സംഭവം. എന്തായാലും സംഭവം കലക്കി കേട്ടോ. ഒരാൾ ആ പാർക്കിംഗ് എടുക്കും. ഞങ്ങൾ രണ്ടുപേരും ഇപ്പം റൺ ചെയ്യുന്നു. ബാക്കി രണ്ടുപേരും വളരെ സ്പീഡിൽ ഫ്രണ്ടിൽ പോയി. അവർക്കൊക്കെ എങ്ങനെയാലും ഇറങ്ങിപ്പോയാൽ മതി എന്നുള്ള മൈൻഡാണ്. ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ്. ആരും എവിടെ നിർത്തൂല. രാവിലെ വണ്ടി എടുക്കുന്നു, വൈകുന്നേരം എവിടെയാണ് കിടക്കുന്നത് അങ്ങോട്ട് ഓടിക്കുന്നു. ഞങ്ങളും ഷേർലിയും പിന്നെ ഞങ്ങളുടെ ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടനുമായിട്ട് വന്നിട്ട് ഞങ്ങൾ ബീജിങ് ആ സൈഡൊക്കെ ഒന്ന് വന്ന് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണം ചൈന നല്ല രീതിയിൽ. വാട്ട് ഈസ് നീ സ്മൈലിംഗ് ഷേർലി? ഓ എൻ്റെ അമ്മോ, ഒന്നിലിട്ട് പിടിക്കണം ഗൈസ്. എൻ്റെ അമ്മോ, കിട്ടില്ല സ്ഥലം. എടാ എന്ത് രസമാടാ. അവിടെ അതിന്റെ തുഞ്ചത്ത് വരെ നടന്നു പോട്ടോ. അവിടെ നിന്ന സമയം ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് വന്ന എന്ത് രസം നോക്കിയേ. Yes, stopping. Please adjust.
ഗൈസ് അവള് സമ്മതിക്കത്തില്ല കേട്ടോ, കാരണം അവരവിടെ കിടന്ന് വിളിയാണ് ബാബാന്നും പറഞ്ഞ്. ആ ബ്രിഡ്ജ് ഇവിടെ നല്ല സെറ്റപ്പ് ആയിട്ട് കാണാട്ടോ. ഇതുണ്ടോ, താഴെ കൂടെ ഒരു റോഡ് പോകുന്നുണ്ട്, മേലിൽ കൂടെ ബ്രിഡ്ജ് പോകുന്നു, അതിന്റെ മേലിൽ കൂടെയാണ് ആ തുരങ്കം. ഗൈസ് ഫൈനലി ഞങ്ങൾ എന്തായാലും വണ്ടി എടുത്തു. ഇനി ഓപ്ഷൻ ഇല്ല കേട്ടോ, കാരണം ഇനി പോകണം. ഗൈസ് പാവം അവളെ എല്ലാവരും തെറി പറയാൻ തുടങ്ങി, അതുകൊണ്ട് ഞങ്ങൾ പോവാ. അല്ല പിന്നെ എല്ലാവരും പിന്നെ അവിടുന്ന് വഴക്ക് പറയും കേട്ടോ, കാരണം അവർക്ക് ഉറങ്ങണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. അതുകൊണ്ട് ഉമ്പൽക്കൽ പ്രസ്ഥാൻ മിസ് എന്ന് പറഞ്ഞാൽ വളരെ മോശമായ ഒരു കാര്യമായി പോയി. ഇവിടുന്ന് ഇപ്പോൾ നല്ല രീതിയിൽ ആ പാലം കാണാം കേട്ടോ. എൻ്റെ കർത്താവീശോ മിശിഹായോ, എങ്ങനെ അവർ അതിൻ്റെ അകത്ത് ആ പാലം പണിതെടുത്തെന്ന് ചിന്തിച്ചു നോക്കിയേ. ദിസ് ബ്രിഡ്ജ് നെയിം ഷെർലി, യു നോ എനി ഐഡിയ? ബ്രിഡ്ജ് നെയിം, ദിസ് ഏരിയ ഈസ് ഗോസ്കോ ബ്രിഡ്ജ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഗൈഡ് ഷെർലി ഞങ്ങളോട് പറഞ്ഞു തന്നത്. ഞങ്ങൾ നേരെ ഗോസ്കോ ബ്രിഡ്ജിൽ നിന്നും നേരെ താഴോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഈ വാഹനം ലാൻഡ് ചെയ്യുന്നതാണ്. അല്ലേ, ഇപ്പോഴത്തെ ക്ലൈമറ്റ് 36 ഡിഗ്രി, താഴോട്ട് എത്താൻ നേരത്ത് അത് 24ലേക്ക് എത്തുന്നതാണ്. ക്യാപ്റ്റൻ എബിൻ, കോ ക്യാപ്റ്റൻ ലിബിൻ ആൻഡ് എയർ ഹോസ്റ്റസ് ഷെർലി ഈ വണ്ടിയിലുണ്ട്. പ്ലീസ് ഇൻപുട്ട് ഇറ്റ് സീറ്റ് ബെൽറ്റ്, ദിസ് വെഹിക്കിൾ ഈസ് ലാൻഡിംഗ് ടൈം ഈസ് ഫ്ലൈറ്റ്. ഓക്കെ ഗൈസ്, നോക്കൂ ഞങ്ങൾ നേരെ താഴോട്ട് പോവുകയാണ്. ഇനിയും താഴത്തെ കാഴ്ചകൾ അല്പനേരത്തിന് മുന്നിൽ ഞങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ആ കാണുന്ന പാലത്തിന്റെ അടിയിൽ കൂടെ സഞ്ചരിക്കുക കേട്ടോ. നമ്മളതിന്റെ അടിയിൽ കൂടെ പോകുന്നത്. ഞാൻ വിചാരിച്ചു നമ്മൾ അതിന്റെ അകത്തൂടെ ആയിരിക്കും പോകുന്നത്. അല്ല കേട്ടോ, ഇതെല്ലാം വേറെ വേറെ വഴികളാട്ടോ. അതായത് ഒരു പാലം പണിത് വെച്ചാൽ ടണല് വേറെ ഒരു വഴി, ഇത് വേറൊരു വഴി, പാലം വേറൊരു വഴി. ഇതൊക്കെ എങ്ങോട്ടോ ഉള്ള ഓരോ കണക്ഷനുകളും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ബ്രേക്കർ ഉണ്ടല്ലേ. ബ്രേക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ കേരള ചരള. പിന്നെ വേറെ ദിവസം വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, ഫുള്ള് പൈക്കിടാവുള്ള നോക്കിയേ, ഇഷ്ടംപോലെ കുതിരയാ, ക്രാവല്ല. താഴേന്ന് നമുക്ക് എന്ത് കിട്ടി? നമുക്കൊരു ടണല് കിട്ടി, സൂപ്പർ ടണലാണല്ലോ ഇതിന്. അതായത് ഒരു മലേനെ തുരന്ന് പോകുന്നുണ്ട്. അതായത് ഇത്ര വലുതല്ല. ഫൈനലി നമ്മൾ അടുത്ത ടോളിലെത്തിയവനെ എല്ലാം ചെറുതാണ്, ഓരോ മലേനെ ഡിപ്പെൻഡ് ചെയ്തുള്ള എല്ലാം ചെറിയ ചെറിയ ടണലുകൾ. അടുത്ത ടോൾ കിട്ടിട്ടോ. ഓൾറെഡി ഇന്ന് 200 ചൈനീസ് മണി കൊടുത്താണ്, ഏതാണ്ട് 2400 രൂപ, 2200 രൂപ. ഇനിയിപ്പം അടുത്തതും കൂടെ ഉണ്ട് കേട്ടോ. ടോളിലെത്തി കേട്ടോ. നമ്പർ പ്ലേറ്റ് കൊടുക്കുക. ഈ നമ്പർ പ്ലേറ്റ് കൊടുത്താലേ നമ്മുടെ ടോൾ എത്രയാണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. കാറുണ്ടോന്നൊക്കെയാ ചോദിക്കുന്നത്. ഗൈസ് നോക്കൂ, അതായത് ഈ കാണുന്ന ഹൈവേയിലേക്കാണ് നമുക്ക് കയറേണ്ടത്. ഇവിടുത്തെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹൈവേയിലേക്ക് കയറാൻ പറ്റും. എവിടെയാന്ന് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കിലോമീറ്റർ അനുസരിച്ചാണ് ടാക്സ് അല്ല, ടോള്. ഈ കഴുതപ്പെട്ടകൾ എവിടെയാ കിട്ടി? 35 പോയേ. 35 ഷെർലി. ഗൈസ് നോക്കൂ, ഫൈനലി സംഭവം പൈസ കൊടുത്തു, നേരെ വണ്ടി എടുത്ത് ഹോട്ടലിലേക്ക് പോവുകയാണ്. എല്ലാവരും ഓൾറെഡി വഴിയിലും അവിടെ ഇവിടെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇവരെല്ലാം അറേഞ്ച് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. ഇങ്ങനെ ഈ കാണുന്ന ഹോട്ടലെല്ലാം റൂം എടുത്തു. ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ തന്നെ ഇന്ന് കിടന്നുറങ്ങും. ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. അവിടെ രാജേഷ്, ഇവിടെ പുള്ളി ജോഷി ഇട്ടു. ഗൈസ് നോക്കൂ, നാളെയാണ് നമ്മളങ്ങനെ എക്സിറ്റ് ചെയ്യുന്ന ദിവസം കേട്ടോ. ഫൈനലി ഇന്ന് നമ്മുടെ ചൈനയിലെ ലാസ്റ്റ് ദിവസമാണ്. നാളെ രാവിലെ കൃത്യം ഇവിടുത്തെ സമയം 9 മണിക്ക് നമ്മളങ്ങനെ കസാക്കിസ്ഥാൻ എൻട്രി ചെയ്യും. വേറെ സമയം, വേറെ സിമ്മ്, വേറെ ലാംഗ്വേജ്, വേറെ മണി, അല്ലേ? മൊത്തത്തിൽ മാറ്റം. ഗൈസ് നോക്കൂ, അവിടെ എങ്ങനെയാണ് വണ്ടി ഓടിക്കുന്നത് നിനക്കറിയോ? അതും അറിയത്തില്ല, എല്ലാം ഇനി അവിടെ ചെന്നിട്ട് അറിയത്തുള്ളൂ. ഗൈസ് നോക്കൂ, നാളെ കൃത്യം 9 മണിക്ക് കസാക്കിസ്ഥാൻ വീഡിയോ കാണാം കേട്ടോ. ഗൈസ് നോക്കൂ, അപ്പോൾ ഇത്രയും കാര്യം പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിക്കണം. നാളെ കൃത്യം 9 മണിക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ഗുഡ് ബൈ. അതാണ്.